മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചർച്ച ചെയ്യുന്നത് LDC 2024 LD ക്ലർക്ക് എക്സാം 2024 എത്തിയിരിക്കുകയാണ്. അപ്പം അതുമായിട്ടനുബന്ധിച്ച് കുറച്ച് മാത്സ് ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. 30, x, 100 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം എന്ന് വെച്ചാൽ 30, x, 100 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കോ, സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താ? സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താ? ഒരു നിശ്ചിത സംഖ്യ വെച്ച് ഒന്നെങ്കിൽ കൂടിപ്പോകാം അല്ലെങ്കിൽ കുറഞ്ഞു വരാം. അത്തരം ശ്രേണി പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. ഓക്കെയാണ്. ഒരു നിശ്ചിത സംഖ്യ വെച്ച് ഒന്നെങ്കിൽ കൂടിപ്പോകാം അല്ലെങ്കിൽ കുറഞ്ഞു വരാം. അത്തരം ശ്രേണി പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. നമുക്ക് എക്സാമ്പിൾ എടുക്കുമ്പം നോക്കിക്കോണം. 5, 8, 11, 14 ഇത് സമാന്തര ശ്രേണിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എത്ര വെച്ച് കൂടിപ്പോയിക്കുന്നേ? 3 വെച്ച് എന്താ കൂടിപ്പോയിക്കാണ്. 3 വെച്ച് എന്നാണ് കൂടിപ്പോയിക്കാണ്. അപ്പോൾ ഇത്തരം ശ്രേണി പറയുന്ന പേരാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്ക്, ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് A, B, C എങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളാണ് A, B, C എങ്കിൽ ഓക്കെയാണ്. ബി കണ്ടുപിടിക്കുന്നത് A പ്ലസ് C ഡിവൈഡഡ് ബൈ 2. അപ്പം ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? A പ്ലസ് C ഡിവൈഡ് ബൈ എന്നാണ് 2 ആണ്. ഓക്കെയാണ്. അപ്പോൾ A, B, C എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? A പ്ലസ് C ഡിവൈഡ് ബൈ എന്നാണ് 2 ആണ്. അപ്പോൾ ഇങ്ങോട്ട് ചോദ്യത്തിലോട്ട് വരാം. എയുടെ പ്ലേസിൽ എന്താ പറ? എയുടെ പ്ലേസിൽ എന്തുവാ? 30 ആണ്. ബിയുടെ പ്ലേസിൽ എന്താ? X ആണ്. സിയുടെ പ്ലേസിൽ എന്താ പറ? 100 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട X ആണ്. അപ്പോൾ X എന്ന് വെച്ചാൽ എന്താ പറ? X എന്ന് വെച്ചാൽ എന്താ? ബി ആണ്. ബി കണ്ടുപിടിക്കാൻ എന്താ? A പ്ലസ് C ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ എന്താ? എയുടെ പ്ലേസിൽ 30 ആണ്. പ്ലസ് സിയുടെ പ്ലേസിൽ എന്താ? 100 ആണ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നോക്കിയേ, 100 പ്ലസ് 30 130 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 65 ആണ്. 65 എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻ ഏതാ പറ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. A, B, C ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? A പ്ലസ് C ഡിവൈഡ് ബൈ 2 ആണ്. എന്ന് വെച്ചാൽ രണ്ടാം പദം എന്ന് വെച്ചാൽ ഒന്നാം പദം പ്ലസ് മൂന്നാം പദം ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ക്ലിയർ ആണ്. അടുത്ത അതേ മോഡൽ തന്നെ ഒരു ചോദ്യം. 38, x, 58 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, എയുടെ പ്ലേസിൽ 38, ബിയുടെ പ്ലേസിൽ X ആണ്. നോക്കണം, സിയുടെ പ്ലേസിൽ എന്താ? 58. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എക്സ് എന്ന് വെച്ചാൽ A പ്ലസ് C ഡിവൈഡ് ബൈ 2 ആണ്. A പ്ലസ് C ഡിവൈഡ് ബൈ എന്താ? 2 ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ എന്താ പറ? എയുടെ പ്ലേസിൽ എന്താ? 38 ആണ്. സിയുടെ പ്ലേസിൽ എന്താ പറ? സിയുടെ പ്ലേസിൽ എന്താ? 58 ആണ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നോക്കിയോ, ഇത് എത്ര ആയിരിക്കും? 50, 30, 80, 96 ഡിവൈഡ് ബൈ 2 എന്ന് വരും. 96 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 48 ആണ്. 48 എന്ന് വെച്ചാൽ ഏതാ? ആൻസർ സി ആണ്. ക്ലിയർ ആണോ? ആൻസർ ഏതാണ്? സി ആണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്ത് നോക്കിയേ, സമാന്തര ശ്രേണി തന്നെ കേരള PSC ചോദിച്ചിട്ടുള്ള ഒരു മുൻകാല ചോദ്യമാണ്. നോക്കണം, 4, 9, 14 എക്സെട്ര അപ് ടു എന്താ? 249. ഈ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 249? ഈ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 249 എന്നാണ് ചോദ്യം.
അപ്പോൾ എല്ലാവരും ആലോചിക്കുക, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം നമുക്കറിയാം T1 എന്ന് എടുക്കാം. ആദ്യ പദം എന്ന് വെച്ചാൽ എന്താ? T1. T എന്ന് വെച്ചാൽ 10. ഓക്കെയാണ് T1. രണ്ട് അവസാന പദം ദാണ്ട് Tn. അവസാന പദം എന്ന് വെച്ചാൽ എന്താ? Tn ആണ്. പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എന്താ? പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം മൈനസ് എന്താ? ഫസ്റ്റ് ടേം. അതെന്ന് വെച്ചാൽ എന്താ? D ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ശ്രദ്ധിച്ചോണം, ദാണ്ട് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്നു വെച്ചാൽ അവസാന പദം മൈനസ് ആദ്യ പദം Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1 ആണ്. ഓക്കെ ആണ്. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1 ആണ്. അപ്പോൾ നോക്കിക്കോ, എത്രാമത്തെ പദമാണ് 249 എന്നാണ് ചോദ്യം. അപ്പോൾ എത്രാമത്തെ പദമാണ് 249 എന്ന് ചോദിക്കുമ്പം ദാണ്ട് Tn പ്ലേസിൽ നോക്കിക്കോണം. Tn പ്ലേസിൽ 249 അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ ആണ്. മൈനസ് T1 ആദ്യ പദം എത്ര? ഈ ശ്രേണിയിൽ ആദ്യ പദം എത്ര? 4 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം മൈനസ് എന്താ? ഫസ്റ്റ് ടേം. അപ്പോൾ 9 - 4 9 - 4 എന്ന് വെച്ചാൽ എന്തോ? 5 ആണ്. പ്ലസ് എന്താ? 1. അപ്പോൾ നോക്കിയേ, 249 - 4 245 ഡിവൈഡഡ് ബൈ 5 +1. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് കട്ട് ചെയ്യുമ്പോൾ 6 അല്ല, നോക്കണേ, 4 45-5 9 49 + 1. അപ്പോൾ എത്ര വരും? 50 വരും. എത്ര വരും? 50 വരും. അപ്പോൾ എത്രാമത്തെ ടേം ആയിരിക്കും? ദാണ്ട 249 എത്രാമത്തെ പദമായിരിക്കും? ദാണ്ട 50ാമത്തെ പദമായിരിക്കും. ക്ലിയർ ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ എന്താണ്? ശ്രദ്ധിച്ചോണം, ആദ്യ പദവും അവസാന പദവും പൊതുവ്യത്യാസം തന്നാൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ D + 1 ആണ്. അപ്പോൾ നമുക്ക് എത്രാമത്തെ പദമാണ് 249 എന്ന് ചോദിക്കുമ്പോൾ Tn അവസാന പദത്തിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? Tn പ്ലേസിൽ 249 കൊടുക്കുക. സിമ്പിളാണ്. 249 - 4 245 ഡിവൈഡഡ് ബൈ 5 +1. 245 ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ 49 +1 എന്ന് വെച്ചാൽ 50 ആണ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഇതാണ് അടുത്ത ചോദ്യം. 1, 6, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 301 എന്നാണ് ചോദ്യം. എത്രാമത്തെ പദമാണ് 301 എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാ? Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. അപ്പോൾ Tn പ്ലേസിൽ നോക്ക്, അതാണ്ട് 301 അങ്ങ് കൊടുക്കുക. 301 മൈനസ് T1 എന്ന് വെച്ചാൽ ആദ്യ പദം എത്ര? 1 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം രണ്ടാം പദം മൈനസ് എന്താ? ഒന്നാം പദം. 6 - 1 എന്ന് വെച്ചാൽ 5 +1. അപ്പം 301 - 1 എന്ന് വെച്ചാൽ 300 ഡിവൈഡഡ് ബൈ 5 +1. 300/5 എന്ന് വെച്ചാൽ എന്താ? 60 ആണ്. 60 + 1 നമ്മുടെ ഫൈനൽ ആൻസർ എത്ര? 61 ആണ്. ദാണ്ട കിടക്കുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ എന്താണ്? ബി ആണ്. ഓക്കെ ആണേ? ഇനി ശ്രദ്ധിച്ചോണം, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം എന്ന് വെച്ചാൽ എന്ത് ടേമാണ്? എന്നാം പദം 6 - 3n ആയാൽ 6 - എന്താ? 3n ആയാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഒത്തിരി എക്സാമിന് ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 6 - 3n ആയാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 6 - 3n ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം തന്നാൽ, ഒരു സമാന്തര ശ്രേണിയുടെ എന്താണ്? എന്നാം പദം തന്നാൽ അതിനകത്ത് n എന്ന് പറയുന്ന ടേം മസ്റ്റായിട്ട് കാണും. n എന്ന് പറയുന്ന ടേം എന്താണ്? മസ്റ്റായിട്ട് കാണും. ഓക്കെ ആണ്. അപ്പോൾ നോക്കിയോ, ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം 6 - എന്താ? 3n ആണ്. ഇനി അടുത്ത വേറെ എക്സാമ്പിൾ 2n + 3 ആണ്. അടുത്തൊരു എക്സാമ്പിൾ 3n - 2 ആണ്. ഓക്കെ ആണ്. വേറെ എക്സാമ്പിൾ 5n + 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്രയും എന്താ? ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദങ്ങളാണ്. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. സിമ്പിളായിട്ട് 1 സെക്കൻഡ് കൊണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? അല്ലാണ്ട് ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം തന്നാൽ എന്നിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ എന്നിൻ്റെ കോഷ്യൻ്റ്, ഓക്കെ ആണ്, അല്ലെങ്കിൽ എന്നിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും പൊതുവ്യത്യാസം.
ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം തന്നാൽ എന്നിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും പൊതുവ്യത്യാസം അല്ലെങ്കിൽ എന്നിൻ്റെ ഗുണോത്തരം. അപ്പം നോക്കിയേ, ദാണ്ട് ഇവിടെ എന്നിൻ്റെ കൂടെ കിടക്കുന്ന ആരാ? എന്നിൻ്റെ കൂടെ ആരാ? ദാണ്ട് -3 ആണ്. അപ്പം നമ്മുടെ ആൻസർ, ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്തുവോ -3 ആണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ദാണ്ട് അടുത്ത ചോദ്യം നോക്കിയേ, 2n + 3. അപ്പോൾ 2n + 3 ആണ് ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം എങ്കിലാണ് നോക്കിക്കോ, എന്നിൻ്റെ ഗുണോത്തരം പറ. എന്നിൻ്റെ ഗുണോത്തരം എന്ന് വെച്ചാൽ എന്താ പറ? എന്നിൻ്റെ ഗുണോത്തരം എന്നിൻ്റെ കൂടെ കിടക്കുന്ന ആരാ? 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? 2 ആണ്. ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് പൊതുവ്യത്യാസം പറ. എന്നിൻ്റെ കൂടെ ആരാ പറ? എന്നിൻ്റെ കൂടെ ആരാ? 3 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം ഡി എന്ന് വെച്ചാൽ ആരാ? എന്നിൻ്റെ ഗുണോത്തരം എന്ന് വെച്ചാൽ ഡി എന്ന് വെച്ചാൽ എന്താ? 3 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 5n + 2 ആണ്. 5n + 2 ആണ്. അപ്പോൾ അവിടെ എന്നിൻ്റെ ഗുണോത്തരം പറ. എന്നിൻ്റെ കൂടെ ആരാണ്? 5 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം ഡി എന്ന് വെച്ചാൽ എന്താ? 5 ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇവിടെ മൈനസ് വരാൻ കാരണം എന്നിൻ്റെ കൂടെ +3 അല്ല -3 ആണ്. -3 ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദം തന്നാൽ എന്നിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ എന്നിൻ്റെ കോഷ്യൻ്റ് അല്ലെങ്കിൽ എന്നിൻ്റെ കൂടെ കിടക്കുന്ന ആരാണോ അവനാണ് പൊതുവ്യത്യാസം. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യം പോവാണേ. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം ശ്രദ്ധിച്ചോണം. 10ാം പദം 20ഉം 20ാം പദം 10ഉമായാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 20ഉം 20ാം പദം 10ഉമായാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അങ്ങനെ വളരെ സിമ്പിളാണ്. ഒത്തിരി എക്സാമിന്, ഒട്ടനവധി എക്സാമിന് കേരള PSC ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നോക്കിക്കോണം. ഒരു സമാന്തര ശ്രേണിയുടെ m-ാം പദം ശ്രദ്ധിച്ചോണോ. m-ാം പദം എന്നാണ് എന്ന് വെച്ചാൽ TM. m-ാം പദം എന്ന് വെച്ചാൽ എന്താ? എന്നാണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ m-ാം പദം എന്താണ്? എന്നാണ്, TM. എന്ത് ടേം എന്ന് വെച്ചാൽ എന്നാണ്. നേരെ തിരിച്ചെന്താ? എന്ത് ടേം എന്ന് വെച്ചാൽ m ആണ്. എന്ത് ടേം എന്ന് വെച്ചാൽ എന്താണ്? m. അതായത് m-ാം പദം n-ാം പദം എന്താ? m. എന്ന് വെച്ചാൽ ഒരു സമാന്തര ശ്രേണിയുടെ 50ാം പദം 100 ആണെങ്കിൽ 100ാം പദം എന്താ? 50. ഒരു സമാന്തര ശ്രേണിയുടെ 100ാം പദം 200 ആണെങ്കിൽ 200ാം പദം എന്താ? നേരെ തിരിച്ച് 100. ഒരു സമാന്തര ശ്രേണിയുടെ 500ാം പദം 1000 ആണെങ്കിൽ 1000ാം പദം എന്താ? 500. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം നോക്കണം. 10ാം പദം 20 ആണ്. നേരെ തിരിച്ച് 20ാം പദം എന്താ? 10ഉമാണ്. ക്ലിയർ ആണ്? ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആൾവേസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? -1 ആണ്. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്തുമായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ എന്തോ? -1. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ എന്താ? m-ാം പദം n-ഉം n-ാം പദം m-ഉം ആയാൽ അവൻ്റെ പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എന്താ? -1. ക്ലിയർ ആണ്? അതേ ചോദ്യം തന്നെ. ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 30ഉം നേരെ തിരിച്ച് 30ാം പദം 10ഉമാണ്. ഓക്കെ ആണ്? 30ാം പദം 10ഉമായാൽ ഇവിടെ ചോദ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് 15ാം പദം എത്ര എന്നാണ് ചോദ്യം. 15ാം പദം എത്ര? അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 30 ആണ്. 30ാം പദം 10ഉമായാൽ പൊതുവ്യത്യാസം എത്ര പറ? പൊതുവ്യത്യാസം എത്ര? -1. പൊതുവ്യത്യാസം എത്രയാണ്? -1. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എഴുതാം. നോക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 30 ആണ്. നേരെ തിരിച്ച് 30ാം പദം എന്താ പറ? 30ാം പദം എന്തോ? 10ഉമാണ്. എന്ന് വെച്ചാൽ ഒരു സമാന്തര ശ്രേണിയുടെ m-ാം പദം n ആണ്. നേരെ തിരിച്ച് n-ാം പദം എന്താ പറ? n-ാം പദം എന്താ? m-ഉമാണ്. n-ാം പദം എന്താണ്? m-ഉമാണ്. ഓക്കെ ആണ്? എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട പദം എത്ര? 15ാമത്തെ ടേമാണ്. അപ്പോൾ നോക്കാം. നമുക്ക് 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നോക്കണേ. 15ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ T15 കണ്ടുപിടിക്കേണ്ടേ. ഈ കേസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. m-ാം പദം n ആയിരിക്കണം, n-ാം പദം എന്താ? m-ഉം ആയിരിക്കണം. അങ്ങനെയാണ് എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് ആ പദം കണ്ടുപിടിക്കാൻ m + n. ഓക്കെ ആണ്? m + n മൈനസ് എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് അവനെ ഇങ്ങ് കുറയ്ക്കുക. ഓക്കെ ആണ്? m + n എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് അവനെ കുറയ്ക്കുക. ഇവിടെ 15 ആണ്, അതുകൊണ്ട് 15 കുറച്ചു. ഇവിടെ 20 ആണെങ്കിൽ എന്തോ 20 കുറയ്ക്കുന്നു. ഇവിടെ 30 ആണെങ്കിൽ എന്താ 30 കുറയ്ക്കുന്നു. അപ്പം m-ന്റെ പ്ലേസിൽ എന്താ പറ? m-ന്റെ പ്ലേസിൽ എന്താ? 10. n-ന്റെ പ്ലേസിൽ എന്താ?
30. എമ്മിന്റെ പ്ലേസിൽ 10 ആണ്, എന്നിന്റെ പ്ലേസിൽ എന്താ 30 ആണ്. അപ്പൊ നമുക്കറിയാം നാണ്ടെ എം പറ, എം എന്ന് വെച്ചാൽ എന്തോ 10 പ്ലസ് എന്ന് വെച്ചാൽ എന്താ പറ, എന്നിന്റെ പ്ലേസിൽ എന്താ 30 മൈനസ് എന്താ 15. അപ്പൊ 10 പ്ലസ് 30 എന്ന് വെച്ചാൽ എന്താ 40 മൈനസ് 15. 40 മൈനസ് 15 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും എന്താ 25 ആണ്. ഓക്കെ ആണ്, 25 ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ, ഒരു സമാന്തര ശ്രേണിയുടെ എമ്മാം പദം എന്നാണ്, എന്നാം പദം എന്താ എമ്മുമായാൽ. ഓക്കെ ആണ്. എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് കണ്ടുപിടിക്കുന്ന പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എം പ്ലസ് എൻ മൈനസ് ആ ടൈം. അതാണ്ട് എം പ്ലസ് എൻ മൈനസ് എന്തോ ആ ടൈം എന്ന് വെച്ചാൽ 15. എമ്മിന്റെ പ്ലേസിൽ 10, എന്നിന്റെ പ്ലേസിൽ എന്താ 30. അപ്പൊ 10 പ്ലസ് 30 40, 40 മൈനസ് 15 എന്ന് വെച്ചാൽ എന്തോ 25 ആണ്. ക്ലിയർ ആണ്. ഓക്കെ ആണ്. അതേപോലെ തന്നെ ഒരു ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 40 ആണ് എന്ന് വെച്ചാൽ T10 40 ആണ്. ഓക്കെ ആണ്. അപ്പൊ നോക്ക് 40ാം പദം 10, നേരെ തിരിച്ച് 40ാം പദം എന്തുവാ 10ഉമാണ്. അപ്പൊ 10ാം പദം 40 ആണ്, 40ാം പദം എന്താ 10ഉമാണ്. എങ്കിൽ നമുക്ക് എത്രാമത്തെ ടേമാ കണ്ടുപിടിക്കേണ്ടത്, 50ാമത്തെ ടേമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, എമ്മാം പദം എൻ ആണ്, നേരെ തിരിച്ച് എന്നാം പദം എമ്മുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50ാമത്തെ ടേമാണ്. അപ്പൊ എങ്ങനെ, എം പ്ലസ് എൻ, ഇവിടെ ഏത് ടേമാ കണ്ടുപിടിക്കേണ്ട 50 ആണ്, 50 കുറയ്ക്കണം. അപ്പൊ എമ്മിന്റെ പ്ലേസിൽ എന്താ, എമ്മിന്റെ പ്ലേസിൽ 10, എന്നിന്റെ പ്ലേസിൽ 40. അപ്പൊ 10 പ്ലസ് എന്താ 40 മൈനസ് 50. 10 പ്ലസ് 40 എന്തോ 50. 50 മൈനസ് 50 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടി എന്താ 0. നമുക്ക് കിട്ടി എന്താണ് 0. സിമ്പിൾ അല്ലേ, 0. ഓക്കെ ആണ്. ക്ലിയർ ആണ്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, നമ്മൾ നേരത്തെ ചെയ്തത് ഒരു സമാന്തര ശ്രേണിയുടെ എന്നാം പദമാണ്. അപ്പൊ ഇവിടെ നേരെ തിരിച്ച് ചെറിയൊരു ട്വിസ്റ്റ് നോക്കണം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക, ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് വെച്ചാൽ 2n² പ്ലസ് 3n. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ, ഒരു സമാന്തര ശ്രേണിയുടെ പദമാണെങ്കിൽ അതിനകത്ത് n എന്ന് പറയുന്ന ടേം കാണും. മക്കളെ, പദമാണെങ്കിൽ n എന്ന് പറയുന്ന ടേം ഉറപ്പായിട്ടും കാണും. പക്ഷെ ഇവിടെ എന്തുവാണ്, ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ്. തുകയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും n² എന്ന് പറയുന്ന ടേം കണ്ടിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ തുകയാണെങ്കിൽ അവനകത്ത് എന്ത് കാണും, n² എന്ന് പറയുന്ന ടേം ഉറപ്പായിട്ടും കണ്ടിരിക്കും. അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n² പ്ലസ് 3n. വേറെ എക്സാമ്പിൾ പറ, നമുക്ക് വേറെ എക്സാമ്പിൾ 3n² പ്ലസ് 5n. അടുത്ത 6n² പ്ലസ് 5. ഓക്കെ ആണ്. അപ്പോൾ ഇത്ര നമുക്ക് ചെയ്യാം. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, എല്ലാ ടേമിലും എന്തുണ്ട്, n² ഉണ്ട്. എല്ലാ ടേമിലും എന്തുണ്ട്, n² ഉണ്ട്. ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ ആണ്. അപ്പോൾ നോക്ക്, അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് n²ന്റെ കോഷ്യന്റ്. n²ന്റെ കോഷ്യന്റ് എന്ന് വെച്ചാൽ n²ന്റെ ഗുണോത്തരം. n²ന്റെ ഗുണോത്തരം ഇവിടെ എത്ര, 2 ആണ്. n²ന്റെ ഗുണോത്തരം 2 ആണ്. അവന്റെ ഇരട്ടി 2ന്റെ ഇരട്ടി എന്തുവാ, 2ന്റെ ഇരട്ടി എന്തുവാ 4. 2ന്റെ ഇരട്ടി എന്താണ് 4. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എന്താ 4 ആണ്. ഓക്കെ ആണ്. അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ n പദങ്ങളുടെ തുക തന്നാൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, അതിൽ n² എന്ന് പറയുന്ന ടേം കാണും. n²ന്റെ ഗുണോത്തരത്തിന്റെ ഇരട്ടി. ഓക്കെ ആണ്. n²ന്റെ ഗുണോത്തരത്തിന് എന്താണ് ഇരട്ടി. അപ്പൊ n²ന്റെ ഗുണോത്തരം എന്തുവാ 2 ആണ്. 2ന്റെ ഇരട്ടി 2 × 2 എന്ന് വെച്ചാൽ എന്താ 4 ആണ്. അടുത്ത് നോക്ക്, 3n² പ്ലസ് എന്താ 5n. അപ്പൊ n²ന്റെ ഗുണോത്തരം പറ, n² ഗുണോത്തരം എന്തുവാ 3 ആണ്. 3യുടെ ഇരട്ടി 3 × 2, 3യുടെ ഇരട്ടി എന്ന് വെച്ചാൽ എന്താ 6. അപ്പൊ പൊതുവ്യത്യാസം ഇവിടെ എത്ര ആണ്, 6 ആണ്. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം പറ, 6n² പ്ലസ് എന്തുവാ 5n ആണ്. അപ്പൊ n²ന്റെ ഗുണോത്തരം എന്താ, n²ന്റെ ഗുണോത്തരം എന്തുവാ 6 ആണ്. 6ന്റെ ഇരട്ടി എന്തുവാ പറ, 6ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ 6ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ എന്തോ 12. അപ്പൊ അവിടെ പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എന്താ 12 ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
മക്കളെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെയാണ്, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ശ്രദ്ധിച്ചോണം. അതാണ്ട് 6ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ക്ലിയർ ആണേ? അപ്പോൾ 6ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. 6ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നമ്മൾ സാധാരണ ചെയ്യുന്നത് a+n-1 × d എന്ന് വെച്ചാൽ ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ nth ടേമിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ്. nth ടേമിൻ്റെ ഇക്വേഷനാണ് a+n-1 × d. എന്നാം പദത്തിൻ്റെ ഇക്വേഷൻ a+n-1 × d എന്ന് വെച്ചാൽ 6ന്റെ ഗുണിതമായ അവസാന മൂന്നക്ക സംഖ്യ കണ്ടുപിടിക്കണം. അതാണ് a+n-1 × d. എന്നിട്ട് a കണ്ടുപിടിക്കണം. പിന്നെന്താ, ഡി നമുക്കറിയാം 6 ആയിരിക്കും പൊതു വ്യത്യാസം, അതിനകത്തൊന്ന് n കണ്ടുപിടിക്കും. അതൊക്കെ ചെയ്തു വരുമ്പോൾ ഒത്തിരി സമയം പോകും. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി ശ്രദ്ധിച്ചോണം. ഏറ്റവും എളുപ്പവഴി 6ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യ മൂന്നക്ക സംഖ്യ ഞാൻ എടുക്കുക. 6ന്റെ ഗുണിതം ഒന്നും ഞാൻ നോക്കുന്നില്ല. 6ന്റെ ഗുണിതം നോക്കുന്നില്ല, ചുമ്മാ ഒരു മൂന്നക്ക സംഖ്യ എടുക്കുക. ആദ്യത്തെ മൂന്നക്ക സംഖ്യ ഏതാ? 100. ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ്. ആദ്യ മൂന്നക്ക സംഖ്യ എന്ന് വെച്ചാൽ എന്താ? 100. അതാണ് അവസാന മൂന്നക്ക സംഖ്യ 999. അവസാന മൂന്നക്ക സംഖ്യ 999 ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സംഖ്യകൾ ഫിക്സ് ചെയ്തു. 100ഉം 999 ഫിക്സ് ചെയ്തു. ഇനി ഫിക്സ് ചെയ്ത സംഖ്യയിൽ നിന്നും 100 ഫിക്സ് ചെയ്തത്, 999 ഫിക്സ് ചെയ്തു. അപ്പോൾ രണ്ട് സംഖ്യകൾ ഫിക്സ് ചെയ്ത് ആ ഫിക്സ് ചെയ്ത സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്ന, അതായത് ഇടത് കിടക്കുന്ന സംഖ്യ, ഫിക്സ് ചെയ്ത ഇടത് കിടക്കുന്ന സംഖ്യയിൽ നിന്ന് മാത്രം 1 കുറയ്ക്കുന്നു. അപ്പോൾ 100 999 ആണ്. അപ്പം 100ൽ നിന്ന് 1 കുറച്ചാൽ 99. ഇത് 999 അതേപോലെ. ഓക്കെയാണ്. അപ്പോൾ എങ്ങനെയാ പറഞ്ഞേ? അപ്പം മൂന്നക്ക സംഖ്യകളാണ് 6ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളാണ് ചോദ്യം. അപ്പം മൂന്നക്ക സംഖ്യ ആദ്യം എടുക്കുന്നു. ആദ്യ മൂന്നക്ക സംഖ്യ 100, അവസാന മൂന്നക്ക സംഖ്യ 999. അപ്പോൾ രണ്ട് സംഖ്യകൾ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി എന്താണ്? ഫിക്സ് ചെയ്ത ഇടത് കിടക്കുന്ന സംഖ്യ ഏതാ? 100 ആണ്. 100ൽ നിന്ന് 1 കുറയ്ക്കുന്നു, 99ഉം ഇതെത്ര? 999 ആണ്. രണ്ടിനെയും എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുക? പറ. രണ്ടിനെയും എത്ര വെച്ചാ? 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കണേ, 1 6 6 39, 6 36. ശിഷ്ടം നോക്കണ്ട. അടുത്ത നോക്കുക, 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 6 6 39, 6 36, 39, 6 36. ശിഷ്ടം നോക്കണ്ട. ഇനി നോക്ക്, നമുക്ക് കിട്ടിയ ആൻസർ തമ്മിൽ അങ്ങ് കുറച്ചാൽ മതി. ആൻസർ തമ്മിൽ കുറയ്ക്കുമ്പം 166 -16. അപ്പം എന്തുമായിരിക്കും? 150. ഓക്കെയാണ്. 166 -16. നമ്മുടെ ആൻസർ ക്ലിയർ ആയിട്ട് എന്ത് കിട്ടും? 150 കിട്ടും. ക്ലിയർ ആണോ? 150. അപ്പം നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നും കൂടെ പറയുകയാണ്. 6ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ മക്കളെ നമ്മൾ ചെയ്തെന്തോ? ആദ്യ മൂന്നക്ക സംഖ്യ 100 ആണ്. അവസാന മൂന്നക്ക സംഖ്യ 999 ആണ്. ക്ലിയർ ആണ്. ഇനി രണ്ട് സംഖ്യകൾ ഫിക്സ് ചെയ്തതിനു ശേഷം ഇടത് കിടക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്നു. 100ൽ നിന്ന് 1 കുറച്ചാൽ 99. വലത് കിടക്കുന്ന സംഖ്യ അതേപോലെ 999. ഇനി രണ്ടിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 16. ശിഷ്ടം നോക്കണ്ട. ഇവിടെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 166. ആൻസർ കുറയ്ക്കുന്നു. 166 - 16 എത്ര? 150 ആണ്. 150 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ഓക്കെ ആണേ. അടുത്ത 8ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 8ന്റെ ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പോൾ ആദ്യ മൂന്നക്ക സംഖ്യ 100, അവസാന മൂന്നക്ക സംഖ്യ 999. രണ്ട് സംഖ്യ ഫിക്സ് ചെയ്തു. ഇനി ഇടത് കിടക്കുന്ന സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുന്നു, 99. വലത് കിടക്കുന്ന സംഖ്യ അതേപോലെ 999. അപ്പോൾ രണ്ടിനെയും എത്ര വെച്ചാൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 1 8 8 19, 2 16. റിമൈൻഡർ നോക്കണ്ട, 3. അടുത്ത് നോക്കിയേ, 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 1 8 8 19, 2 16, 39, 4 32. റിമൈൻഡർ നോക്കുന്നില്ല. നോക്കണേ. അപ്പോൾ നോക്കുക, ആൻസർ തമ്മിൽ കുറച്ച് നോക്കിയേ. 124
-12. 124 -12 നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും. എത്ര? 112. എത്ര ആയിരിക്കും? 112 ആണ്. ഓക്കെ ആണ്? ക്ലിയർ ആണ്? നമുക്ക് ഇതേ മോഡൽ തന്നെ ആണ്ട് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. 2ന്റെയും 4ന്റെയും 5ന്റെയും ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. കേരള PSC പ്രീവിയസ് ചോദ്യമാണ്. 2, 4, 5 2ന്റെയും 4ന്റെയും 5ന്റെയും ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. 2ന്റെയും 4ന്റെയും 5ന്റെയും ഗുണിതങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 2, 4, 5. അപ്പോൾ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 2ന്റെയും 4ന്റെയും 5ന്റെയും LCM അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കും. 2ന്റെയും 4ന്റെയും 5ന്റെയും എന്താണ്? ലസാഗു നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ലസാഗു കണ്ടുപിടിക്കാൻ അറിയാം. 2, 4, 5 LCM കണ്ടുപിടിക്കാൻ 2 വെച്ചെടുക്കാം. നോക്കുക, 1, 4-നകത്ത് 2, 2, 5-നകത്തില്ല, 5 താത്ത. ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 1, 2, 5 കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ്ട് LCM എന്ന് വെച്ചാൽ 5 × 2 എത്ര? 10. 10 × 2 എന്ന് വെച്ചാൽ എന്താ? 20. അപ്പോൾ LCM എത്ര കിട്ടി? പറ, LCM എത്ര കിട്ടി? 20. അപ്പോൾ മൂന്നക്ക സംഖ്യയിലാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100, അവസാന മൂന്നക്ക സംഖ്യ 999. ക്ലിയർ ആണ്? ഇനി നോക്കുക, ദാണ്ട് സംഖ്യകൾ 2 ഫിക്സ് ആക്കി, 100ഉം 999ഉം. ഇനി ഇടത് കിടക്കുന്ന സംഖ്യ ഏതാ? 100 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു, 99. വലത് കിടക്കുന്ന സംഖ്യ അതേപോലെ 999. രണ്ടിനും എത്ര വെച്ചാ? 20 വെച്ച് LCM ആയ 20 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നോക്ക്, 4 × 20 എത്ര? 80. റിമൈൻഡർ നോക്കണ്ട, 19 ആണ് റിമൈൻഡർ കിട്ടുന്നത്. കളഞ്ഞേക്കാം. അടുത്ത നോക്ക്, 20 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 × 20 എത്ര? 80. 19. 9. അപ്പം നോക്ക്, 9 × 20 180 ആണ്. റിമൈൻഡർ 19. അപ്പോൾ ആൻസർ നമ്മൾ കുറയ്ക്കുക. 49 പറ. 49 മൈനസ് ദാണ്ട് 4. 49 മൈനസ് 4 എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 45 ആണ്. ക്ലിയർ ആണ്? ഒത്തിരി എക്സാമിന് കേരള PSC ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ചെയ്തത് 2 സംഖ്യകൾ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ ആണ്? ഫിക്സ് ചെയ്ത സംഖ്യയിൽ നിന്ന് ഇടത് കിടക്കുന്ന സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുന്നു. ഓക്കെ ആണ്? അപ്പോൾ ഇവിടെ എത്ര? 2, 4, 5 അമ്മാരെ LCM എന്ന് വെച്ചാൽ എന്താ? 20 ആണ്. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ആൻസർ നമ്മൾ കുറയ്ക്കുന്നു. 49 - 4 നമ്മുടെ ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടും. എത്ര? 45. ഓക്കെ ആണ്? 45 ആണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം സമയവും ജോലി. ഓക്കെ, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന പോർഷൻ എന്നുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. മുൻകാലങ്ങളിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് റീസണിങ് എന്ന് പറയുന്ന സെഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ നോക്കുമ്പോൾ വലിയൊരു ചോദ്യമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കിയേ. എയും ബിയും കൂടി 5 മിനിറ്റ് കൊണ്ട് 40 പേജുകൾ ടൈപ്പ് ചെയ്യും. എയും ബിയും കൂടി എന്താണ്? 5 മിനിറ്റ് കൊണ്ട് 40 പേജുകൾ ടൈപ്പ് ചെയ്യും. എ മാത്രമായി 4 മിനിറ്റിൽ 20 പേജുകൾ ടൈപ്പ് ചെയ്യും. ഓക്കെ ആണ്? എങ്കിൽ ബിക്ക് മാത്രമായി, ശ്രദ്ധിച്ചോണം, ബിക്ക് മാത്രമായി 1 മിനിറ്റിൽ എത്ര പേജുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയാം. എയും ബിയും കൂടി 5 മിനിറ്റിൽ 40 പേജുകൾ ടൈപ്പ് ചെയ്യും. ഏതാണ്ട് എ മാത്രമായി 4 മിനിറ്റിൽ 20 പേജുകൾ ടൈപ്പ് ചെയ്യും. എങ്കിൽ ബിക്ക് മാത്രമായി 1 മിനിറ്റിൽ എത്ര പേജുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. ഓക്കെ ആണ്? എത്ര പേജുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ തന്നെ എയും ബിയും കൂടി, ശ്രദ്ധിച്ചോണം, എയും ബിയും കൂടി തന്നെ 5 മിനിറ്റിൽ 40 പേജ് ടൈപ്പ് ചെയ്യും. എയും ബിയും കൂടി 5 മിനിറ്റിൽ 40 പേജ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചോണം, ദാണ്ടെ എയും ബിയും കൂടി 5 മിനിറ്റിൽ 40 പേജ്. അപ്പോൾ എയും ബിയും കൂടി ദാണ്ടെ 1 മിനിറ്റിൽ 5 മിനിറ്റിൽ 40 ആണ്, 5 മിനിറ്റിൽ 40 ആണ്.
അപ്പോൾ ഒരു മിനിറ്റിൽ എന്തുമായിരിക്കും 40 ഡിവൈഡഡ് ബൈ 5. 40 ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ എന്താ 8 പേജാണ്. ക്ലിയർ ആണേ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് 40 പേജ്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര 40 ബൈ 5 എത്ര 8 പേജ് എയും ബിയും കൂടെ. അപ്പം നോക്ക് രണ്ട് ബി മാത്രമായി ഒരു മിനിറ്റിൽ എത്ര പേജ് ടൈപ്പ് ചെയ്യുന്ന ചോദ്യം. അപ്പോൾ എ നോക്ക് 4 മിനിറ്റിൽ 20 പേജ്. അപ്പോൾ ദാണ്ട എ എന്ന് വെച്ചാൽ 4 മിനിറ്റിൽ 20 പേജ്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര ആയിരിക്കും എ പറ 4 മിനിറ്റിൽ 20. അപ്പോൾ ഒരു മിനിറ്റിൽ 20/4. 20/4 എന്ന് വെച്ചാൽ എന്തോ 5. അപ്പോൾ എ ഒരു മിനിറ്റിൽ എത്ര 20/4 എന്ന് വെച്ചാൽ എന്തോ 5. അപ്പോൾ എ ഒരു മിനിറ്റിൽ എത്ര 5. അപ്പോൾ നോക്ക് എയും ബിയും കൂടെ ഒരു മിനിറ്റിൽ 8 പേജ്. അപ്പോൾ എ എന്താ 5. അപ്പോൾ ബി എത്ര ആയിരിക്കും 5 പ്ലസ് ബിയും കൂടെ കൂട്ടിയാൽ എത്ര വരണം 8 വരണം. അപ്പോൾ ബി എത്ര ടൈപ്പ് ചെയ്യണം ഒരു മിനിറ്റിൽ എത്ര ടൈപ്പ് ചെയ്യണം സിമ്പിളായിട്ട് കിട്ടും എത്ര 3 പേജ്. അപ്പോൾ ബി ഒരു മിനിറ്റിൽ എത്ര പേജ് ടൈപ്പ് ചെയ്യും 3 പേജാണ് ടൈപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ. അപ്പോൾ നമ്മൾ ചെയ്തത് എയും ബിയും കൂടെ 5 മിനിറ്റിൽ 40 പേജ്. അപ്പോൾ എയും ബിയും കൂടെ ഒരു മിനിറ്റിൽ 40/5 8. അപ്പോൾ എ 4 മിനിറ്റിൽ 20. അപ്പോൾ എ ഒരു മിനിറ്റിൽ 20/4 എന്ന് വെച്ചാൽ എന്തോ 5. അപ്പോൾ എന്തായിരിക്കും എ 5 ആണ്. ബി എത്ര ആയിരിക്കും എയും ബിയും കൂടെ ഒരു മിനിറ്റിൽ 8 ആണ്. എ 5 ആണ്. അപ്പോൾ ബി എത്ര ആയിരിക്കും ഇവിടെ ബി എത്ര ആയിരിക്കും 3 ആണ്. സിമ്പിളാണ്. ഒരു ചോദ്യം കൂടെ ആകുമ്പോൾ ഓക്കെ ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണേ. അടുത്ത ചോദ്യം എ തൻ്റെ ജോലിയുടെ ശ്രദ്ധിച്ചോണം എ തൻ്റെ ജോലിയുടെ 1/2 ഭാഗം എ തൻ്റെ ജോലിയുടെ 1/2 ഭാഗം 5 ദിവസം കൊണ്ടും ബി തൻ്റെ ജോലിയുടെ 1/3 ഭാഗം 4 ദിവസം കൊണ്ടും ചെയ്ത് പൂർത്തിയാക്കും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് പൂർത്തിയാക്കും എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുന്നുണ്ട് എ തൻ്റെ ജോലിയുടെ 1/2 വർക്കാണ് 1/2 വർക്ക് 5 ദിവസം. അപ്പോൾ ബി തൻ്റെ ജോലിയുടെ ശ്രദ്ധിച്ചോണം ബി തൻ്റെ ജോലിയുടെ 1/3 വർക്കാണ് 1/3 ഭാഗം 4 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഓക്കെ ആണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് പൂർത്തിയാകും എന്നാണ് ചോദ്യം. അപ്പോൾ എ നോക്കിയേ എ തൻ്റെ ജോലിയുടെ പകുതി ജോലിയാണ് 1/2 വർക്ക് എന്ന് വെച്ചാൽ എന്തോ പകുതി ജോലിയാണ്. അപ്പോൾ ഒരു ഫുള്ള് ജോലി ചെയ്യാൻ ഒരു വർക്ക് ചെയ്യാൻ 2 ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ഒരു വർക്ക് ആയില്ലയോ നോക്ക് 2 ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 2 × 5 എന്ന് വെച്ചാൽ എന്തോ 10 ദിവസം. അപ്പോൾ എ പകുതി ജോലി ചെയ്യാൻ എന്തോ 5 ദിവസം. അപ്പോൾ ഫുള്ള് ജോലി ഒരു വർക്ക് ചെയ്യാൻ എന്താ 10 ദിവസം. ഇതിൻ്റെ ഇരട്ടി 5ൻ്റെ ഇരട്ടി എന്തോ 10. അടുത്ത നോക്ക് ബി തൻ്റെ 1/3 വർക്ക് ചെയ്യാൻ എന്തോ 4. അപ്പം 3 ഇങ്ങോട്ട് ഗുണിക്കുക. ബിക്ക് ഒരു ഫുള്ള് ജോലി ചെയ്യാൻ എന്തോ 4 × 3 എന്ന് വെച്ചാൽ എന്താ പറ 4 × 3 എന്ന് വെച്ചാൽ എന്തോ 12. ഓക്കെ ആണ്. 1/3 വർക്ക് ചെയ്യാൻ 4 ദിവസം. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ എന്താ ഒരു വർക്ക് ചെയ്യാൻ 3 × 4 എന്ന് വെച്ചാൽ എന്തോ 12. അപ്പോൾ എ ഒരു ജോലി എന്തോ 10 ദിവസം കൊണ്ട് ബി അതേ ജോലി എന്തോ 12 ദിവസം കൊണ്ടുമാണ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ നോക്ക് നമുക്കറിയാം എ ഉണ്ട് ബി ഉണ്ട് നോക്കണേ എ ഉണ്ട് ബി ഉണ്ട് അവർ ചെയ്ത ടൈമുണ്ട് അവർ ചെയ്ത എന്താണ് ടൈമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണോ എ ഒരു ജോലി ആദ്യ ജോലി എത്ര ഉണ്ടാ എ എന്ന് വെച്ചാൽ എന്താ 10 ദിവസമാണ്. ബി എത്ര ദിവസം ഉണ്ടാ 12 ദിവസമാണ്. ശ്രദ്ധിച്ചോണോ ബി എത്രയാണ് 12. ക്ലിയർ ആണ്. ഇനി നോക്കിക്കോ അപ്പോൾ ഇവരുടെ വർക്ക് എന്ന് വെച്ചാൽ എന്താ നോക്കണം. വർക്ക് എന്ന് വെച്ചാൽ വർക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം വർക്കാണ്. അപ്പോൾ വർക്ക് എന്ന് വെച്ചാൽ എന്താണ് ശ്രദ്ധിച്ചോണം എയുടെയും ബിയുടെയും അതായത് എ ചെയ്യുന്ന ദിവസവും ബി ചെയ്യുന്ന ദിവസത്തിൻ്റെ എയും ബിയും ചെയ്യുന്ന ഒരേ ജോലിയാണ്. അപ്പോൾ അപ്പോൾ എയും ബിയും ചെയ്ത ദിവസത്തിൻ്റെ LCM ആണ് വർക്ക്. എയും ബിയും ചെയ്ത എന്താ ദിവസത്തിൻ്റെ LCM ആണ് വർക്ക്. അപ്പോൾ 10ൻ്റെയും 12ൻ്റെയും LCM എത്ര ആയിട്ട് വരും 10ൻ്റെയും 12ൻ്റെയും LCM എത്ര ആയിട്ട് വരും ഒന്ന് പറഞ്ഞേ. 10, 12 LCM ഒന്ന് പറയാവോ എത്രയാണ് 10, 12 LCM എന്ന് വെച്ചാൽ എന്ത് വരും 10ൻ്റെയും 12ൻ്റെയും LCM എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും 60 അല്ലയോ. 10ൻ്റെയും 12 LCM എന്ന് വെച്ചാൽ എന്തോ 60 എന്ന് വെച്ചാൽ തമ്മിൽ ഏറ്റവും വലിയ സംഖ്യ 12 ആണ്. 12നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 12ൻ്റെ രണ്ടാമത്തെ ഗുണിത 12ൻ്റെ 2 24 ആണ്. 24നെ 10 കൊണ്ട് പറ്റത്തില്ല.
12ന്റെ മൂന്നാമത്തെ ഗുണിതം 12ന് 3 36 36നെ 10 കൊണ്ട് പറ്റത്തില്ല. ഇനി നാലാമത്തെ ഗുണിതം 48 പറ്റത്തില്ല. അല്ലെങ്കിൽ അഞ്ചാമത്തെ ഗുണിതമാണ് 12ന്റെ 5 എന്തുവാ 60. 60 ആയിരിക്കും എന്താ LCM. അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. 10നെ 12 LCM എത്രയാണ് 60. ഓക്കെ ആണ്. അപ്പോൾ ഒന്നും കൂടെ എഴുതുവാണ്, നോക്കിക്കോണേ. അപ്പോൾ A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ അവർ ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ നോക്കിക്കോണോ, A ഉണ്ട്, ശ്രദ്ധിച്ചോണേ. നോക്കുവാണേ, ശ്രദ്ധിച്ചോണം. അപ്പം A ഉണ്ട്, B ഉണ്ട്, അവർ ചെയ്ത വർക്കുണ്ട്, ടൈമുണ്ട്, എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നോക്കണേ, അപ്പോൾ A ഒരു ഫുള്ള് ജോലി ചെയ്യാൻ 10 ദിവസം, B അതേ ജോലി ചെയ്യാൻ 12. അപ്പോൾ ഇവന്മാരുടെ വർക്ക് എന്ന് വെച്ചാൽ ടൈമിൻ്റെ എന്താ 10ന്റെയും 12ഉം 10ന്റെയും 12 എന്താണ് 10ന്റെയും 12 LCM എത്ര 60. ഓക്കെ, എത്രയാണ് 60. അപ്പോൾ നോക്കണേ, അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താ എഫിഷ്യൻസി എന്ന് വെച്ചാൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്താ ടൈമാണ്. അപ്പോൾ വേണ്ട 60/10 ഇവിടെ എഫിഷ്യൻസി എത്ര 6, 60/12 എഫിഷ്യൻസി എത്ര, ബിയുടെ എഫിഷ്യൻസി എത്ര 5. അപ്പോൾ 60/10 എഫിഷ്യൻസി 7 6 വന്നു, 60/12 എഫിഷ്യൻസി എത്ര വന്നു 5 വന്നു. അപ്പോൾ നമുക്കറിയാം വേണ്ട എയും ബിയും ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ചോദിച്ച്. ടൈം കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എന്താ എഫിഷ്യൻസി. ടൈം കണ്ടുപിടിക്കാൻ എന്താണ് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് നമുക്കറിയാം എന്താ 60 ഡിവൈഡ് ബൈ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ ടോട്ടൽ എഫിഷ്യൻസി എയുടെ 6 ബിയുടെ 5. അപ്പോൾ 6 + 5 എന്താ 11. അപ്പോൾ 60/11 ആൻസറിലുണ്ടോ നോക്കി. 60/11 ഇല്ല, എല്ലാം മിക്സ്ഡാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യണം 60/11 എന്ന് വെച്ചാൽ 5 × 11 വെച്ചാൽ 55, റിമൈൻഡർ 5. അപ്പോൾ ആൻസർ എന്ത് വരും 5ഉം റിമൈൻഡർ 5 ആണ്. 5 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 11. അപ്പോൾ 5/11 ആണ് എന്ന് വെച്ചാൽ എന്താ ഓപ്ഷൻ സി ആണ്. 5/11 എന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തത് എ തൻ്റെ ജോലിയുടെ 1/2 വർക്ക് 5 ദിവസം കൊണ്ട്. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ 5 × 2 എന്ന് വെച്ചാൽ എന്താ 10. അപ്പോൾ ബി തൻ്റെ ജോലിയുടെ 1/3 വർക്ക് ചെയ്യാൻ 4 ദിവസം. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ 4 × 3 12. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, അവർ ചെയ്ത വർക്ക് ടൈം എഫിഷ്യൻസി. എയുടെ ടൈം 10, ബിയുടെ ടൈം 12. അപ്പോൾ രണ്ടുപേരുടെ ടൈമിൻ്റെ LCM എടുക്കുമ്പോൾ എന്താണ് വർക്ക് കിട്ടി. വർക്ക് എത്ര 60. എഫിഷ്യൻസി 60/10 വർക്ക് ബൈ ടൈമാണ് എഫിഷ്യൻസി. 60/10 എന്ന് വെച്ചാൽ 6, 60/12 എന്ന് വെച്ചാൽ 5. അപ്പോൾ ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് 60 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 11. 60/11 വെച്ചാൽ 5/11. ക്ലിയർ ആണ്. 5/11 ആണ്. അതേപോലത്തെ ഒരു ചോദ്യമാണ്, ക്ലിയർ ആവും. അതാണ്ട് എ തൻ്റെ ജോലിയുടെ 1/4 ഭാഗം 2.5 ദിവസം. അപ്പോൾ അതാണ്ട് എ 1/4 ഭാഗം 1/2.5 ദിവസം കൊണ്ടാണ് 2.5 ദിവസം. അപ്പോൾ അതാണ്ട് ഒരു ജോലി ചെയ്യാൻ ഒരു വർക്ക് ചെയ്യാൻ 4 × 2.5. അപ്പോൾ 4 × 2.5 എന്ന് വെച്ചാൽ എന്താ 10 ആണ്. 4 × 2.5 എന്ന് വെച്ചാൽ എന്താ 10. അപ്പോൾ എ ഒരു ജോലി ചെയ്യാൻ എത്ര 10 ദിവസം. അപ്പോൾ ബിയുടെ നോക്കുക, ബി തൻ്റെ ജോലിയുടെ 1/2 വർക്കാണ് എത്ര ദിവസമാണ് 4 ദിവസം. അപ്പോൾ ബി ദാണ്ട് ഒരു വർക്ക് ചെയ്യാൻ 2 ഇങ്ങോട്ട് ഗുണിക്കുന്നു 2 × 8 എന്ന് വെച്ചാൽ 2 × 4 എന്ന് വെച്ചാൽ എന്തോ 8. അപ്പോൾ നമുക്ക് കോളം വരയ്ക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, അവർ ചെയ്ത ടൈം എഫിഷ്യൻസി വർക്ക്. അപ്പോൾ എക്ക് 10 ദിവസം, ബിക്ക് അതേ ജോലി എത്ര 8. 10 8 എഫിഷ്യൻസി 10 8 LCM എത്ര 10ന്റെ 8ന്റെ LCM എന്ന് വെച്ചാൽ എന്താ 40 ആണ്. LCM എന്ന് വെച്ചാൽ എന്താണ് 40 ആണ്. നോക്ക് 40/10 എത്ര 4, 40/8 എന്ന് വെച്ചാൽ എന്താ 5. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി എന്താ 5 ആണ്. അപ്പോൾ നോക്ക് ടോട്ടൽ എന്താ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്താ ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 4 + 5 എന്ന് വെച്ചാൽ എന്താ
9 ആണ്. അപ്പം 40/9 ഓപ്ഷനകത്തില്ല. അപ്പം നമുക്ക് ചെയ്യാം, എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷനാണ് കിടക്കുന്നത്. 40/9 എന്ന് വെച്ചാൽ 4 × 9 36, റിമൈൻഡർ 4. അപ്പം എന്തുമായിരിക്കും ആൻസർ? 4. റിമൈൻഡർ 4 ആണ്. 4/9 4/9 ഉണ്ടോ? ഉണ്ട്. ഏതാ? ഓപ്ഷൻ ബി ആണ്. 4/9 എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പോൾ എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 10 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. 330 രൂപ കൂലിയായി ലഭിച്ചെങ്കിൽ, ഓക്കെ ആണ്, 330 രൂപ കൂലിയായി ലഭിച്ചെങ്കിൽ ദാണ്ട് എക്ക് കിട്ടുന്ന വിഹിതമാണ് ചോദിച്ചത്. എക്ക് കിട്ടുന്ന വിഹിതം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാം. ദാണ്ട് എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ ആണ്. എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ദാണ്ട് എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ ആണ്. അവരുടെ ടൈം ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. ടൈം ഉണ്ട്, എഫിഷ്യൻസി. അപ്പോൾ ടൈം എന്ന് വെച്ചാൽ നോക്കിയേ, ദാണ്ട് എ ഒരു ജോലി ചെയ്യാൻ 12 ദിവസം, ബിക്ക് അതേ ജോലി ചെയ്യാൻ എത്ര ദിവസമാണ്? 10 ദിവസം. 10 ദിവസമാണ്. ഓക്കെ ആണ്. അപ്പോൾ അവർക്ക് എന്താണ്? 330 രൂപയാണ് കൂലിയായിട്ട് ലഭിച്ചത്. കൂലിയായിട്ട് കിട്ടിയ രൂപ എത്രയാണ്? 330 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾ പണിക്ക് വന്നാൽ, ഓക്കെ ആണ്, ജോലിക്ക് വന്നാൽ എന്താ, നമ്മൾ സാലറി കൊടുക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? അവർ ചെയ്ത ജോലിയുടെ ബേസിലാണ്. അപ്പോൾ ജോലിയുടെ ബേസ് എന്ന് വെച്ചാൽ എന്താ? അവർ ചെയ്ത എഫിഷ്യൻസിയുടെ ബേസിലാണ് സാലറി കൊടുക്കുന്നത്. അവർ ചെയ്ത എന്താണ്? എഫിഷ്യൻസിയുടെ ബേസിൽ. അപ്പോൾ നോക്ക്, വേണ്ട 2 വാല്യൂസേ ഉള്ളൂ ഇവിടെ. എ ഉണ്ട്, ബി ഉണ്ട്. ടൈം എന്ന് വെച്ചാൽ എന്താണ്? എക്ക് ഒരു ജോലി ചെയ്യാൻ 12 ദിവസം, ബിക്ക് അതേ ജോലി ചെയ്യാൻ എന്താ? 10 ദിവസം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 വാല്യൂസിൻ്റെ കേസിലാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവന്മാരെ ചെറുതാക്കിയിട്ട് തിരിച്ചങ്ങിട്ടാം. ഇവന്മാരെ ചെറുതാക്കിയിട്ട് എന്താണ്? തിരിച്ചങ്ങിട്ടാൽ മതി. 12 10 കൂടെ, അല്ലെങ്കിൽ 12 10 കൂടെ വെട്ടി ചെറുതാക്കുമ്പോൾ എത്ര വരും നോക്കണേ? ഇത് 6 വരും. 2 വെച്ച് കെട്ടി ചെയ്യുമ്പോൾ 6 വരും. ഇത് എത്ര വരും? 5 വരും. ഇത് നേരെ തിരിച്ചങ്ങിട്ടാൽ മതി. 5ഉം 6ഉം എഫിഷ്യൻസി എത്ര? 5ഉം 6. അപ്പോൾ എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി എത്ര? 6. നമുക്ക് വർക്കൊന്നും കണ്ടുപിടിക്കണ്ട. വർക്കൊന്നും കണ്ടുപിടിക്കാതെ 2 വാല്യൂസ് ആണെങ്കിൽ ഇതങ്ങ് വെട്ടി ചെറുതാക്കിയിട്ട് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 5ഉം 6ഉമാണ് എഫിഷ്യൻസി. ഓക്കെ ആണ്. എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 6. അപ്പോൾ നമ്മൾ സാലറി ആയിക്കോട്ടെ, കൂലി ആയിക്കോട്ടെ, വേതനം ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്താ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? എഫിഷ്യൻസിയുടെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ആകെ സാലറി എത്ര? 330 രൂപയാണ്. അപ്പോൾ നോക്ക്, കൂലിയായി ലഭിച്ച് കിട്ടുന്ന വിഹിതം, എയുടെ വിഹിതമാണ് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ എത്ര ആണ് നോക്കണേ? എയുടെ 5ആണ് എഫിഷ്യൻസി, ബിയുടെ 6 ആണ്. അപ്പോൾ 5 + 6 പറ. 5 + 6 എന്ന് വെച്ചാൽ 11 റേഷ്യോ ആണ് ടോട്ടൽ. അപ്പോൾ 11 റേഷ്യോ ആണ് ടോട്ടൽ. അത് എത്ര? 330 ആണ്. 11 റേഷ്യോ എത്ര? 330. അപ്പോൾ ഒരു റേഷ്യോ എന്ന് വെച്ചാൽ 330 ഡിവൈഡഡ് ബൈ 11 ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര പറ? കട്ട് ചെയ്യുമ്പോൾ എത്ര? 30. ഓക്കെ ആണ്, 30. അപ്പോൾ ഒരു റേഷ്യോ എന്ന് വെച്ചാൽ 30 ആണ്. അപ്പോൾ എയുടെ ശ്രദ്ധിച്ചോളാം, എയുടെ വിഹിതമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എയുടെ വിഹിതം എന്ന് വെച്ചാൽ എയുടെ എഫിഷ്യൻസി എത്ര? 5. അപ്പോൾ ഒരു റേഷ്യോ 30 ആണ്. അപ്പോൾ എയുടെ വിഹിതം എന്ന് വെച്ചാൽ 5 റേഷ്യോ ആണ്. 5 റേഷ്യോ എന്ന് വെച്ചാൽ എയുടെ എഫിഷ്യൻസി റേഷ്യോ 5. 5 × 1 റേഷ്യോ 30 ആണ്. അപ്പോൾ 5 × 30 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും പറ? ഒരു റേഷ്യോ 30 ആണ്. 5 റേഷ്യോ എന്ന് വെച്ചാൽ 150. അപ്പോൾ 150 രൂപയായിരിക്കും എന്താ എക്ക്. അപ്പോൾ ബിയുടെ എത്ര പറ? ബിയുടെ 6 റേഷ്യോ ആണ്. ബിയുടെ 6 റേഷ്യോ ആകുമ്പോൾ 6 × 30 വരും. പറ 6 × 30 എന്ന് വെച്ചാൽ എന്താ? 150 ആയിരിക്കും ആരുടെ? ബിയുടെ. അപ്പോൾ എയുടെ ആൻസർ എത്ര ആണ്? 150. എയുടെ എത്ര ആണ്? 150 ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതേ മോഡൽ ഒരു ചോദ്യം കൂടെ. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാകും. അപ്പോൾ നമുക്ക് എഴുതാം, എ ഉണ്ട്, ബി ഉണ്ട്. അമ്മാരുടെ ടൈം ഉണ്ട്. എ ഒരു ജോലി എത്രയാണ്? 10, ബി എത്ര? 15. പൂർത്തിയാകും. 500 രൂപയാണ് കൂലിയായിട്ട് ലഭിച്ചത്. 500 രൂപയാണ് കൂലിയായിട്ട് ലഭിച്ചതെങ്കിൽ ബിയുടെ വിഹിതം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഇത് 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 10/5 2ആണ്. 15/5 എന്ന് വെച്ചാൽ എന്താ? 3 ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇവന്മാരെ നേരെ എടുത്ത് തിരിച്ചിടുന്നു. 3ഉം 2ഉം.
അപ്പോൾ ടോട്ടൽ റേഷ്യോ 3+2 3+2 5 റേഷ്യോ ആണ്. എത്ര ആണ്? നമ്മുടെ ആകെ സാലറി 500 ഒരു റേഷ്യോ എന്ന് വെച്ചാൽ 500 ഡിവൈഡഡ് ബൈ 5 ഗുണിച്ചേക്ക് ഇപ്പുറത്തെ ഡിവിഷൻ ആണ്. 500/5 എന്ന് വെച്ചാൽ എന്താ? 100. ക്ലിയർ ആണ്? എങ്കിൽ എന്താ? ബിയുടെ വിഹിതം എന്താണ്? ബിയുടെ എഫിഷ്യൻസി എത്ര? 2. അപ്പോൾ ഒരു റേഷ്യോ 100 ആണ്. ബിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ ബിയുടെ വിഹിതം 2 റേഷ്യോ 2 ഇൻറ്റു എന്താ? 100. 2 ഇൻറ്റു 100 എന്ന് വെച്ചാൽ എന്തായിരിക്കും? സിമ്പിളായിട്ട് ആൻസർ എന്താ? 200 ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്, 200 ആണ്. ഇത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നോക്കണേ. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. രണ്ടുപേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടിവരും? ഓക്കെ ആണ്. അപ്പോൾ നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, അപ്പം എഫിഷ്യൻസി ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ നോക്കണം, എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. അപ്പം ബി ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം, എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാനാണ് സാധിക്കുന്നത്. അപ്പോൾ ബി ഒരു ജോലി ചെയ്താൽ എ എത്ര ജോലി ചെയ്യണം? 2 ജോലി ചെയ്യണം. അപ്പം ബിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? ഇവിടെ പറ, 2. ക്ലിയർ ആണ്? എത്രയാണ്? 2. ഓക്കെ ആണ്. രണ്ടുപേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ 7 ദിവസം കൊണ്ട് എന്താ? തീർത്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. വർക്ക് എന്ന് വെച്ചാൽ എന്താ? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. ഓക്കെ ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്തോ? 7 എഫിഷ്യൻസി 2 ആണ്, ബിയുടെ 1 ആണ്. അപ്പോൾ 2+1 ടോട്ടൽ 3 എഫിഷ്യൻസിയിൽ അവർ 7 ദിവസം കൊണ്ടാണ് ജോലി ചെയ്തത്. എത്ര ദിവസം വർക്ക് ചെയ്തു? 7 ദിവസം. അപ്പോൾ 3 × 7 എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് പറ. ടോട്ടൽ വർക്ക് എത്ര? 21. ആ ടോട്ടൽ വർക്ക് ആർക്ക് മാത്രമായിട്ട് ചെയ്യണ്ടേ? ബിക്ക് മാത്രമായി ചെയ്യാൻ എന്താ? എത്ര ദിവസം? ബിയുടെ ടൈം കണ്ടുപിടിക്കാൻ എന്തോ? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് 21 ആണ്. ബിയുടെ എഫിഷ്യൻസി എത്ര പറ? ബിയുടെ എഫിഷ്യൻസി എത്ര ആണ് പറ? ബിയുടെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 21/1 വരും. അപ്പോൾ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും പറ? എത്ര ദിവസം വേണ്ടി വരും? 21 ദിവസം വേണ്ടി വരും. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ചെയ്തു. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. ബിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്തോ? 1ന്റെ ഇരട്ടി എന്തോ? 2. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്താ? എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ്. ടോട്ടൽ എഫിഷ്യൻസി 3 ആണ്, ടൈം 7 ആണ്. 3 × 7 എന്ന് വെച്ചാൽ എന്താ? 21. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യം കണ്ട, എക്ക് ബിയുടെ 3 ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. എ ഉണ്ട്, ബി ഉണ്ട്. എഫിഷ്യൻസി എക്ക് ബിയുടെ 3 ഇരട്ടി. അപ്പോൾ ബിയുടെ 1 ആണെങ്കിൽ എയുടെ എത്ര? 3 ഇരട്ടി 3. രണ്ടുപേരും കൂടി ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. വർക്ക് എന്ന് വെച്ചാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം. അപ്പോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇവിടെ 3, ഇവിടെ 1. 3+1 എന്ന് വെച്ചാൽ എഫിഷ്യൻസി എത്ര? 4. 4 ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ എത്ര ദിവസം? 9 ദിവസം. 9 × 4 എന്ന് വെച്ചാൽ എന്താ പറ? 9 × 4 എന്ന് വെച്ചാൽ എന്തോ? 36 വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്തോ? 36 കൊണ്ട് തീർത്തെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? അപ്പോൾ എക്ക് മാത്രമായിട്ടാണെങ്കിൽ നോക്കിക്കോണോ, എക്ക് മാത്രമായിട്ട് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, എയുടെ ടൈം കണ്ടുപിടിക്കാൻ വർക്ക് ഡിവൈഡഡ് ബൈ എന്താ? എയുടെ മാത്രം എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 36 ഡിവൈഡഡ് ബൈ എയുടെ എഫിഷ്യൻസി എന്താ? എയുടെ എഫിഷ്യൻസി 3 ആണ്. 36/3 എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ആൻസർ? ആൻസർ എന്തോ? 12. ആൻസർ എന്താണ്? 12. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സമയം 6:30 ആണ്. ഓക്കെ ആണ്. ക്ലോക്കിലെ സമയം 6:30 എങ്കിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദ്യം. എത്ര ആണ് ചോദ്യം. ഓക്കെ ആണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, 6:30 എന്ന് വെച്ചാൽ നമുക്കറിയാം മിനിറ്റ് സൂചിയും
മണിക്കൂർ സൂചിയും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ സംഖ്യയാണ് എന്ന് വെച്ചാൽ 6 തന്നെയല്ലയോ 6:30 എന്ന് വെച്ചാൽ 6 തന്നെയാണ്. മിനിറ്റ് സൂചിയും പിന്നെന്താ മണിക്കൂർ സൂചിയും നമുക്കറിയാം 6.5 മണിക്കൂർ. ഓക്കെയാണ്. മിനിറ്റ് മണിക്കൂറും എന്താ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ സംഖ്യ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മിനിറ്റ് എന്ന് വെച്ചാൽ എന്താ 30 ആണ്. ഓക്കെ ആണ്. അവനെ 2 കൊണ്ടങ്ങ് ഹരിക്കുക. ഓക്കെ ആണ്. 30/2 എന്ന് വെച്ചാൽ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എന്താ 15 ഡിഗ്രിയാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? എ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരേ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്ന മിനിറ്റ് എത്ര? 30. അവൻ്റെ പകുതി 30/2 എന്ന് വെച്ചാൽ എന്താ 15 ഡിഗ്രി ആയിരിക്കും മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ എന്താ കോണളവ്. സിമ്പിളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത അതേ ചോദ്യം 8:40. സമയം എന്താ? 8:40. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്ക് തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ 8:40 എന്ന് വെച്ചാൽ മിനിറ്റ് സൂചി ആയാലും മണിക്കൂർ സൂചി ആയാലും റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാ? 8-നെയാണ്. റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? 8-നെയാണ്. അപ്പൊ നോക്ക്, അങ്ങനെ വരുവാണെങ്കിൽ മിനിറ്റ് എത്ര? 40. അവന്റെ പകുതി 40/2 എന്ന് വെച്ചാൽ എന്താ? 20 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അതും ക്ലോക്കിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കണേ, ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തുവെങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ്. ഓക്കെ ആണ്. എങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കണേ, ഒരു ക്ലോക്ക് നമുക്കറിയാം. ഒരു ക്ലോക്ക് എടുക്കുമ്പം 5 മണി എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവൽ 5 മണി എന്ന് പറയാം. 5 മണി അടിക്കാൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവൽ എത്ര? ടൈമിൻ്റെ ഇൻ്റർവൽ എന്ന് വെച്ചാൽ 4 ഇൻ്റർവലാണ്. എന്ന് വെച്ചാൽ നോക്കണേ, 4 ഇൻ്റർവെല്ലാണ്. 5 എന്ന് പറയുമ്പോൾ 5-ന് 1 കുറയ്ക്കുക. എന്ന് വെച്ചാൽ 4 ഇൻ്റർവെൽ ആവാൻ എത്രയാണ്? പറ. 8. 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണമെന്ന്. അപ്പോൾ 9 മണി അടിക്കാൻ അവന്മാർക്കിടയിലുള്ള ഇൻ്റർവൽ എന്ന് വെച്ചാൽ 9-ന് 1 കുറയ്ക്കുന്നു. 9-ന് 1 കുറച്ചാൽ എന്താ? 8. ക്ലിയർ ആണ്. അപ്പോൾ നോക്ക്, 5 മണി അടിക്കാൻ 8 സെക്കൻഡ്. ഓക്കെ ആണ്. 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ്? അപ്പോൾ 5 മണി അടിക്കാൻ എടുക്കുന്ന ഇൻ്റർവൽ 5-ന് 1 കുറച്ച് എന്താ? 4. 9 മണി അടിക്കാൻ 9-ന് 1 കുറച്ച് എന്താ? 8. ക്ലിയർ ആണ്. അപ്പോൾ 1 2 3 4. അപ്പോൾ ഇങ്ങനാണെങ്കിൽ ക്രോസ് ചെയ്യുന്നു. നോക്കണേ, ക്രോസ് ചെയ്യുമ്പം 2 ഉള്ളത് ഗുണിക്കുന്നു. ക്രോസ് ചെയ്യുമ്പോൾ 2 ഉള്ള എന്താണ്? ഗുണിക്കുന്നത്. അപ്പോൾ 2 ഉള്ളത് ഗുണിക്കുമ്പം 8 × എന്താ? 8 ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യുമ്പം 1 ഉള്ളത് ഡിവൈഡ് ചെയ്യുന്നു. 1 ഉള്ള ഏതാ? 4. ഓക്കെ ആണ്. അപ്പോൾ 8ഉം 4ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 8/4 2 ആണ്. അപ്പോൾ 8 × 2 എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ്? അപ്പോൾ എത്ര സെക്കൻഡാണ്? 16 സെക്കൻഡ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് വെച്ചാൽ എന്തോ 16 സെക്കൻഡാണ്. ക്ലിയർ ആണ്. അപ്പോൾ 5 മണി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് പറയണം, 5 മണി അടിക്കാൻ എന്ന് പറയുമ്പോൾ എത്ര ഇൻ്റർവെലാ? 4 ഇൻ്റർവെൽ. 9 മണി അടിക്കാൻ എന്ന് പറയുമ്പോൾ 9-ന് 1 കുറയ്ക്കുമ്പോൾ എന്താ? 8 ഇൻ്റർവെൽ. അപ്പോൾ നമ്മുടെ കുറുകെ ഗുണിക്കുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ 2 ഗുണിക്കുന്നു. 1 എന്താ? ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആണ്. അടുത്ത അതേപോലത്തെ ചോദ്യം. ഒരു ക്ലോക്ക് 7 മണി അടിക്കാൻ 24 സെക്കൻഡ്. അപ്പോൾ 7 മണി അടിക്കാൻ 24 സെക്കൻഡ്. 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ്? 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ്? അപ്പോൾ നമുക്ക് 7 മണി അടിക്കാൻ, അപ്പോൾ ഇൻ്റർവെൽ 7-ന് 1 കുറയ്ക്കുന്നു. 6 ഇൻ്റർവെൽ ആവാൻ 24. 10 മണിയാണ്. 10 ആകുമ്പോൾ 1 കുറയ്ക്കുന്നു. 9 ഇൻ്റർവെൽ ആവാൻ എത്ര? അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നോക്കണേ, ക്രോസ് ചെയ്യുമ്പോൾ 2 ഉള്ളത് ഗുണിക്കുന്നു. ക്രോസ് ചെയ്യുമ്പോൾ 1 ഉള്ളത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 24 6 കൂടെ കട്ട് ചെയ്യുമ്പോൾ 4. 9 4 കൂടെ ഗുണിക്കുമ്പം 9 4 കൂടെ ഗുണിക്കുമ്പോൾ എന്താ? 36 സെക്കൻഡ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ എന്തോ 36 സെക്കൻഡ്. ക്ലിയർ ആണ്. ഓക്കെ ആണ്.
അടുത്ത ചോദ്യം കലണ്ടറിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ ആണേ, നോക്കിയോ. ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളാണ്. ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളായിരുന്നു എങ്കിൽ ആ മാസം 1-ാം തീയതി ഏത് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പം ഏതെങ്കിലും ഒരു മാസം, ഏത് മാസം ആയിക്കോട്ടെ, ഓക്കെ, ഏത് മാസം ആയിക്കോട്ടെ, അതിനകത്ത് എന്താ ഞായറാഴ്ച ആയിക്കോട്ടെ, തിങ്കളാഴ്ച, ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് ഇരട്ട അക്ക തീയതികൾ 3 എണ്ണം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ 2-ാം തീയതി വരും ഇരട്ടക്ക. ഓക്കെ, 2-നോട് 7 കൂട്ടുമ്പോൾ എന്താ 9, 9 വരത്തില്ല ഒറ്റക്കോ. 9-നോട് 7 കൂട്ടുമ്പം ശ്രദ്ധിച്ചോണം 16. ഓക്കെ ആണേ. അപ്പോൾ നോക്ക് 2 16, ഇനി അടുത്ത 16-നോട് 7 കൂട്ടുമ്പോൾ എന്തോ 23 വരും. 23-നോട് 7 കൂട്ടുമ്പോൾ 30. അപ്പോൾ ഇത്രയും ദിവസം ഉറപ്പായിട്ടും ഇരട്ടക്കോ. ഇത്ര ദിവസം ഉറപ്പായിട്ടും എന്താ ഇരട്ടക്ക? അതാണ് പറഞ്ഞേക്കുന്നത്. ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളായിരുന്നു എങ്കിൽ ആ മാസം 1-ാം തീയതി ഏത് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇരട്ട അക്ക തീയതികൾ ഏതാ? 2 ഉണ്ട്. 2-നോട് 7 കൂടുമ്പോൾ എന്താ 16 വരും. അടുത്ത ഏതാ 30 വരും. അങ്ങനെ വരുമ്പോൾ മാത്രമേ, ഇങ്ങനൊരു ക്രൈറ്റീരിയ വരുമ്പോൾ മാത്രമേ എന്ത് വരുത്തുള്ളൂ? ഒരു മാസത്തിൽ 3 ഇരട്ട സംഖ്യ വരുത്തുള്ളൂ. ഒരു മാസത്തിൽ എന്താ 3 ഇരട്ട സംഖ്യയുള്ള ദിവസങ്ങൾ ഇങ്ങനെ മാത്രമേ വരുത്തുള്ളൂ. ഓക്കെ ആണേ. അപ്പം നോക്കിയേ, അപ്പം എന്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം? ഒരു മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളായിരുന്നു എങ്കിൽ ആ മാസം 2-ാം തീയതി സൺഡേ ആണ്. മക്കളെ ശ്രദ്ധിച്ചോ, 2-ാം തീയതി എന്താ? സൺഡേ. അടുത്ത നോക്ക്, 9-ാം തീയതി സൺഡേ. അടുത്ത 16 സൺഡേ. അടുത്ത 23 സൺഡേ. അടുത്ത 7 കൂട്ടുന്നു 30 സൺഡേ. കറക്റ്റ് അല്ലയോ? അപ്പം നോക്ക്, ഞായറാഴ്ച. അപ്പം ഒരു മാസത്തിലെ 3 ഞായറാഴ്ച ഇരട്ടക്ക തീയതികൾ. 3 ഞായറാഴ്ച നോക്ക്, 1 2 ഇരട്ടക്ക സംഖ്യകളാണ്. 1 2 3 എണ്ണം വന്നു. വേറെ ഏതെടുത്താലും വരത്തില്ല. അപ്പം ഞായറാഴ്ചയാണോ വരേണ്ടത്? ആ ഞായറാഴ്ച എന്ന് വരണം. ആ ഞായറാഴ്ച എന്ന് വരണം? 3 ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ എന്ന് വരണം? 2-ാം തീയതി വരണം. എന്ന് വരണം? 2. അപ്പം 2-ാം തീയതി നമുക്ക് ഉറപ്പിക്കാം 2-ാം തീയതി സൺഡേ ആയിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ എന്താ ആ മാസത്തിലെ 3 ഞായറാഴ്ചകൾ ഇരട്ടക്കം വരുത്തുള്ളൂ. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? ആ മാസം 1-ാം തീയതി ഏത് ദിവസം? അപ്പോൾ 2-ാം തീയതി സൺഡേ ആണെന്ന് ഉറപ്പിച്ചു. 2-ാം തീയതി സൺഡേ ആണ്. അപ്പോൾ 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? സൺഡേയുടെ തൊട്ട് പിറ്റേ ദിവസം. ഓക്കെ ആണ്? തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ സൺഡേയുടെ എന്താ തൊട്ട് തലേ ദിവസം എന്ന് വെച്ചാൽ എന്താ? എന്താ? ശനിയാഴ്ചയാണ്. അപ്പോൾ സൺഡേയുടെ തലേ ദിവസം എന്ന് വെച്ചാൽ എന്തോ? ശനിയാണ്. ഞായറിൻ്റെ തലേന്ന് ഏതാ? ശനിയാണ്. അപ്പോൾ 1-ാം തീയതി ഏത് ദിവസമായിരിക്കും? ശനിയാണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്? അടുത്ത ചോദ്യം, ഒരു മാസത്തിലെ 3 തിങ്കളാഴ്ചകൾ ഇരട്ടക്കങ്ങളായിരുന്നു. ഓക്കെ ആണ്? അപ്പോൾ 3 തിങ്കളാഴ്ച ഇരട്ടക്കം. അപ്പോൾ നമുക്കറിയാം 2-ാം തീയതി കണ്ണും പൂട്ടി നമുക്ക് എഴുതാം. 2-ാം തീയതി ഏത് ദിവസമോ? പറ, 2-ാം തീയതി ഏത് ദിവസമോ? മൺഡേ. ഓക്കെ ആണ്? ആ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഏത് തീയതി ആയിരുന്നു എന്നാണ് ചോദ്യം. ആ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഏത് തീയതി ആയിരിക്കും? നമുക്കറിയാം 2-ാം തീയതി തിങ്കളാഴ്ച വന്നു. അപ്പോൾ ആദ്യത്തെ തിങ്കളാഴ്ച എന്ന് വെച്ചാൽ നോക്കണം. ആ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എന്ന് വെച്ചാൽ ഏത് ദിവസം ആയിരിക്കും? 2-ാം തീയതിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? പറ, ഓപ്ഷൻ ഏതാ? ബി ആണ് ആൻസർ. ക്ലിയർ ആണ്? 2-ാം തീയതിയാണ്. ഓക്കെ ആണ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മാസത്തിലെ 3 ഇരട്ട അക്കങ്ങൾ എന്തുവാ ഒരു ദിവസമായിട്ട് വന്നാൽ ആ ദിവസം എന്ന് തുടങ്ങും? 2-ാം തീയതി തുടങ്ങും. എന്ന് തുടങ്ങും? 2-ാം തീയതി. ഓക്കെ, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? സ്ഥിരം കേരള PSC ചോദിക്കുന്ന ചോദ്യം, കലണ്ടറിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ന് തിങ്കളാഴ്ച ആയാൽ 74-ാം ദിവസം ഏത് ദിവസം? അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പം ടുഡേ എന്ന് വെച്ചാൽ മൺഡേ ആണ്. ടുഡേ എന്ന് വെച്ചാൽ മൺഡേ ആണ്. അപ്പം 74-ാം ദിവസം, 74-ാമത്തെ ഡേ ഏത് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് തൊട്ട് 74 വരെ, ഇന്ന് തൊട്ട് 74 വരെ എത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പാ? നോക്ക്, 73 ദിവസത്തിൻ്റെ ഗ്യാപ്പല്ലയോ? ഇത് വെച്ചാൽ ഇന്ന് പ്ലസ് 73 കൂട്ടുമ്പോഴാണ് 74 വരുന്നത്. അപ്പം ഇന്ന് തൊട്ട് 74 വരെ എത്ര ദിവസത്തെ ഗ്യാപ്പാ? അപ്പം 73 ആണ്. അപ്പം ദിവസങ്ങളുടെ ആ ഗ്യാപ്പും എടുക്കുക. 73 ആണ്. കലണ്ടറിൽ ദിവസമാണെങ്കിൽ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? കലണ്ടറിൽ ദിവസമാണെങ്കിൽ എത്ര കൊണ്ടാ? 7 കൊണ്ട്. അപ്പം നോക്ക്, 10
10 × 7 എന്ന് വെച്ചാൽ 70 ആണ്. റിമൈൻഡർ എത്ര വന്നേ? റിമൈൻഡർ എത്ര വന്നേ? 3. അപ്പം റിമൈൻഡർ എടുത്താൽ കൂട്ടിയാൽ മതി. റിമൈൻഡർ എടുത്ത് കൂട്ടുക എന്ന് വെച്ചാൽ 3 കൂട്ടണം. എന്ന് വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ എന്താ? തിങ്കളോടെ 3 കൂട്ടുമ്പോൾ 1 കൂട്ടുമ്പോൾ എന്തോ? ചൊവ്വ. ചൊവ്വയുടെ 1 കൂട്ടുമ്പോൾ ബുധൻ. ബുധൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ എന്തോ? വ്യാഴം. ഓക്കെ ആണ്. അപ്പം ട്യൂസ്ഡേ ആണ്. അപ്പോൾ വ്യാഴം എന്ന് വെച്ചാൽ ഏതാ? ഓപ്ഷൻ സി. ക്ലിയർ ആണ്. ഓപ്ഷൻ എന്തോ? സി ആണ്. നോക്കണേ. അപ്പോൾ ഇന്ന് വ്യാഴമാണ്. ഓക്കെ ആണ്. 43-ാം ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? അപ്പോൾ 43 ഇന്നെന്ന് വെച്ചാൽ എന്തോ? വ്യാഴം. അപ്പോൾ ടുഡേ എന്ന് വെച്ചാൽ എന്താ? വ്യാഴമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 43 ദിവസം കഴിഞ്ഞ്. 43 ദിവസം കഴിഞ്ഞ് എത്രാമത്തെ ഡേയാ? 43 ദിവസം കഴിഞ്ഞ് 44-ാമത്തെ ഡേ ആണ്. അപ്പോൾ 44-ാമത്തെ ഡേ ഏത് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, ഇന്ന് തൊട്ട് 44 വരെ, ഇന്ന് തൊട്ട് 44 വരെ എത്ര ഡേയുടെ ഗ്യാപ്പ് ഉണ്ട്? 43 ഡേയുടെ ഗ്യാപ്പ് അല്ലേ? ഇന്ന് പ്ലസ് 43 കൂട്ടുമ്പോഴല്ലേ 44 വരുന്നേ. അപ്പം ദിവസങ്ങളുടെ ഗ്യാപ്പ് എടുക്കുക. 43 ആണ്. അവനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 × 7 എന്ന് വെച്ചാൽ 42. ആ റിമൈൻഡർ എത്ര ആടാ? റിമൈൻഡർ എത്ര? 1. ക്ലിയർ ആണോ? റിമൈൻഡർ എത്ര ആണ്? 1. അപ്പോൾ 1 കൂട്ടുമ്പോൾ ശ്രദ്ധിച്ചോണോ, ഇന്ന് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ കൂടെ 1 കൂട്ടുന്നു. 1 കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഫ്രൈഡേ എന്ന് വെച്ചാൽ എന്തോ? വെള്ളി. ക്ലിയർ ആണോ? എന്നാണ് വെള്ളി. അപ്പോൾ ശ്രദ്ധിച്ചോണോ, ഇന്ന് വ്യാഴാഴ്ച ആയാൽ 43-ാം ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? 43 ദിവസം കഴിഞ്ഞ് ഏതാ? എത്രാമത്തെ ദിവസം? 44-ാമത്തെ ഡേ. പക്ഷേ ഇന്ന് തൊട്ട് 44 വരെ എത്ര ഡേയുടെ ഗ്യാപ്പ്? 43 ഡേ ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 43/7. റിമൈൻഡർ എത്ര വന്നു? 1. അപ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ, വ്യാഴത്തിനോട് 1 ആഡ് ചെയ്യുമ്പോൾ എന്തോ? ഫ്രൈഡേ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം. ഈ സിമ്പിൾ ചോദ്യം. ഇന്ന് തിങ്കളാഴ്ച ആയാൽ 53-ാം ദിവസം ഏത് ദിവസം? അപ്പം ഇന്ന് തിങ്കളാണ്. ടുഡേ എന്താണ്? മൺഡേ ആണ്. എന്നിട്ട് എന്താ? 51-ാം ദിവസം ഏത് ദിവസം? 51-ാം ദിവസം ഏത് ദിവസം എന്നാണ് ചോദ്യം. 51-ാം ദിവസം. അപ്പോൾ നോക്കണേ. അപ്പോൾ ഇന്ന് തൊട്ട് 51 വരെ എത്ര ഡേയുടെ ഗ്യാപ്പ് ഉണ്ട്? 50 ഡേയുടെ ഗ്യാപ്പ് ഉണ്ട്. ഇന്ന് പ്ലസ് 50 ആണ് എന്തോ? 51. അപ്പോൾ 50 ഡേയുടെ ഗ്യാപ്പ് ആകുമ്പോൾ ഡേയുടെ ഗ്യാപ്പ് എടുക്കുക. 50 50/7 എന്ന് വെച്ചാൽ 7 × 7 49. റിമൈൻഡർ എന്താ? 1. റിമൈൻഡർ 1 വരുമ്പോൾ ഇന്ന് തിങ്കളാണ്. തിങ്കൾ പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? തിങ്കൾ പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? ചൊവ്വ. ഓക്കെ ആണ്. 1 കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും ആൻസർ? ചൊവ്വയാണ്. ക്ലിയർ ആണേ? ഓക്കെ ആണ്. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. ഒരു ബാഗ് 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ യഥാർത്ഥ വില എന്ത്? അപ്പോൾ നമുക്കറിയാം, യഥാർത്ഥ വില എന്ന് ചോദിച്ചാൽ കോസ്റ്റ് പ്രൈസ് ആണ്. യഥാർത്ഥ വില എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്, വാങ്ങിയ വിലയാണ്. ഓക്കെ ആണ്. വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ബാഗ് 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ന് വെച്ചാൽ എന്താ? വിറ്റ വില. അപ്പോൾ 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ വിറ്റ വിലയാണ്. അപ്പോൾ 20% ലാഭം കിട്ടി. അപ്പം 100ൽ നിന്ന് 20% ലാഭം എന്ന് വെച്ചാൽ എന്താ? 100ൽ നിന്ന് 20% ലാഭം എന്ന് വെച്ചാൽ എന്താ? 120% അല്ലേ? 120%. 100ൽ നിന്ന് 30% ലാഭം എന്ന് വെച്ചാൽ എന്താ? 130%. 40% ലാഭം എന്ന് വെച്ചാൽ എന്താ? 140%. 10% നഷ്ടം എന്ന് വെച്ചാൽ എന്താ? 90%. 20% നഷ്ടം എന്ന് വെച്ചാൽ എന്താ? 80%. അപ്പോൾ ഒരു ബാഗ് 9600 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം. 20% ലാഭം എന്ന് വെച്ചാൽ എന്താ? 100ൽ നിന്ന് 20% കൂട്ടുമ്പോൾ 120% 9600. എങ്കിൽ യഥാർത്ഥ വില എന്ന് വെച്ചാൽ 100% അല്ലേ? കോസ്റ്റ് പ്രൈസ് അല്ലയോ? എങ്കിൽ യഥാർത്ഥ വില എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. 100% എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കണേ. അപ്പോൾ ഇങ്ങനെ 1 2 3 4ാമത്തെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ എന്തോ? ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ 2 എണ്ണമുള്ള ഗുണിക്കുന്നു. അപ്പോൾ പറ 9600 × 100 ആണ്. ഡിവൈഡഡ് ബൈ, ക്രോസ് ചെയ്യുമ്പോൾ ഒരെണ്ണമുള്ള ഡിവൈഡ് ചെയ്യുന്നു. പൈ 120. 0 കട്ട് ചെയ്യാം. 96 12 കൂടെ കട്ട് ചെയ്യുമ്പോൾ 8. അപ്പോൾ 80 × 100 എന്ന് വെച്ചാൽ 80 × 100 എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, 80 × 100 എന്ന് വെച്ചാൽ എന്താ? 8000. അപ്പോൾ ഇത് 8000 ആണ്. അപ്പോൾ ആൻസർ എന്തോ? 8000.
ക്ലിയർ ആണോ? 800 അല്ല 8000 ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ഒരു സാരി 500 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% ലാഭം ഉണ്ടായി എങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എന്ത് എന്നാണ് ചോദ്യം. ഒരു സാരി 500 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്താ 25% ലാഭം. 25% ലാഭം എന്ന് വെച്ചാൽ 125% നമുക്കറിയാം. 25% ലാഭം 125%. അപ്പൊ നോക്ക് എത്ര 500 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ വിറ്റ വിലയാണ് 500. ഓക്കെ ആണ്? എങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എന്ന് വെച്ചാൽ എന്താ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില 100% എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 1 2 3 4 കണ്ടുപിടിക്കണം. ക്രോസ് ചെയ്യുമ്പോൾ 2 ഉള്ള ഗുണിക്കുന്നു, 1 ഉള്ളത് എന്താ ഡിവൈഡ് ചെയ്യുന്നു ബൈ 125. 100 125 25 വെച്ച് കട്ട് ചെയ്യാം 4, 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5, 500ഉം 5ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്ര 100. 100 × 4 എന്ന് വെച്ചാൽ 400. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ എന്തോ 400. ക്ലിയർ ആണ്? ഓക്കെ ആണ്? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ലാഭം നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കേരള PSC ഒട്ടനവധി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം നോക്കാണ്ട് 10 സാധനങ്ങളുടെ വാങ്ങിയ വില. അപ്പോൾ 10 സാധനങ്ങളുടെ വാങ്ങിയ വില എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ? CP. അപ്പോൾ 10 CP ഈക്വൽ ടു 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ 9 സാധനങ്ങളുടെ വിറ്റ വില എന്ന് വെച്ചാൽ 9 എന്താ? SP ആണ്. അപ്പോൾ 10 സാധനങ്ങളുടെ വാങ്ങിയ വില 10 CP ഈക്വൽ ടു 9 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ 9 എന്താ? SP ആണ്. ആണെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഗുണിച്ചേക്കുക 10 ഗുണിച്ചേക്കുക 10 × CP ആണ്. ഇവിടെ 9 ഗുണിച്ചേക്കുക 9 × എന്താ? SP ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം, CP ഇവിടെ എടുക്കാം. ഓക്കെ ആണ്? SP ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ. അപ്പോൾ CP/SP ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ബാക്കി എത്ര ഉണ്ട്? 9. ഇവിടെ 10 ഗുണിച്ചേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ. അപ്പോൾ എന്താ? 9/10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CPയുടെ പ്ലേസിൽ 9. SP എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് ആണ്. അതെത്ര? 10. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ മാറി? 9 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 10 രൂപയ്ക്ക് വിറ്റു എന്ന് വെച്ചാൽ CP എന്ന് വെച്ചാൽ വാങ്ങിയ വില 9, വിറ്റ വില എന്താ? 10. അപ്പോൾ 9 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 10 രൂപയ്ക്ക് വിറ്റു എങ്കിൽ എന്താ ലാഭശതമാനം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? ലാഭം എത്ര? ലാഭം 9 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 10 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ ലാഭം 1 ആണ്. അപ്പോൾ ലാഭം 1 ആണ്. ഡിവൈഡഡ് ബൈ എന്താ? വാങ്ങിയ വില. ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്ന് വെച്ചാൽ എന്താ? 9 ഇൻറ്റു എന്താ? 100. അപ്പം 100 എന്താ? 9. അപ്പം 100/9 എന്ന് വെച്ചാൽ 9 9 10 1 9 റിമൈൻഡർ 1. അപ്പം 11 റിമൈൻഡർ എത്ര? 1 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന? 9 കൊണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 11 1/9%. 11 1/9%. ക്ലിയർ ആണോ? 11 1/9%. ഓക്കെ ആണേ? അതേപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കണേ. 25 സാധനങ്ങളുടെ വാങ്ങിയ വില. അപ്പോൾ 25 CP ഈക്വൽ ടു 20 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് 20 SP ആണ്. തുല്യമായ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 25 × CP ആണ്, 20 × എന്താ? SP ആണ്. അപ്പോൾ നമുക്ക് CP ഇവിടെ SP ഗുണിച്ചേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ SP ഡിവിഷൻ ആണ്. CP/ എന്താ? SP ആണ്. ഈക്വൽ ടു ആണ് ഇവിടെ എന്താണ്? 20, ഇവിടെ 25 എന്താ? ഡിവിഷൻ. ഓക്കെ ആണ്? ഒന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നോക്കണം, CP 20 ആണ്. 20 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 25-ന് വിറ്റു. അപ്പോൾ ലാഭശതമാനം നോക്കിയേ എത്ര? 20ഉം 25ഉം 5 രൂപ ലാഭം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലാഭം 5 ആണ്. ഡിവൈഡഡ് ബൈ ഓക്കെ ആണ് വാങ്ങിയ വില CP 20 ആണ്, ഇൻറ്റു 100. ഓക്കെ ആണ്? അപ്പോൾ 0 0 കട്ട് ചെയ്യുക, 10ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 5 5 × 5 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്താ? 25%. ക്ലിയർ ആണോ? എത്രയാണ്? 25%. അടുത്ത 110 ഓറഞ്ചുകളുടെ വാങ്ങിയ വില
120 ഓറഞ്ചുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ഇവിടെ ചോദിച്ചേക്കുന്നത് നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 110 ഓറഞ്ചുകളുടെ വാങ്ങിയ വില 110 CP, 120 ഓറഞ്ചുകളുടെ എന്താ വിറ്റ വില SP. ഓക്കെ ആണ്. അപ്പൊ CP ഉണ്ട്, ഇവിടെ SP ഇപ്പുറത്തോട്ട് എടുക്കുക. അപ്പൊ SP ഡിവിഷൻ ആണ്. ഇവിടെ എന്തുണ്ട് 120 ഡിവൈഡഡ് ബൈ ഇവിടെ 110 ഗുണിച്ച് വെക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ 110 ഡിവിഷൻ. ഓക്കെ ആണ്. 0 കട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ, CP എന്ന് വെച്ചാൽ 12, SP എന്ന് വെച്ചാൽ എന്താ 11. അപ്പൊ നമുക്ക് ഒരു സാധനം 12 രൂപയ്ക്ക് വാങ്ങിച്ചു, CP വാങ്ങിയ വില 11 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എന്തായിരിക്കും? നഷ്ടമല്ലേ? നഷ്ടമാണ്. അപ്പൊ ലോസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ലോസ് എത്ര? 1 രൂപ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില CP എത്ര? 12. ഓക്കെ ആണ്. ഇൻറ്റു എന്താ 100. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 50 6 എഗെയിൻ കട്ട് ചെയ്യുമ്പോൾ എത്ര ആണ്? 25 3. അപ്പോൾ 25 ഡിവൈഡ് ബൈ 3 വരും. 25/3 എന്ന് വെച്ചാൽ 8 × 3 24. 1 ഫൈനൽ ആൻസർ 8. റിമൈൻഡർ 1 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 8 1/3. ഓക്കെ ആണ്. 8 1/3%. ഓക്കെ ആണ്. 60 കസേരകൾ വിറ്റപ്പോൾ 10 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടിയെങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ 60 കസേരകൾ വിറ്റപ്പോൾ 10 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ക്ലിയർ ആണ്. അപ്പൊ 10 കസേരകൾ വിറ്റു. അവ 10 എണ്ണത്തിന്റെ എന്താ വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇത് 2 ടൈപ്പ് ചോദ്യമുണ്ട്. സാധനങ്ങൾ വിൽക്കുന്നു. സാധനങ്ങൾ വിറ്റപ്പോൾ ഓക്കെ ആണ്. ബി സാധനത്തിന്റെ എന്താ വാങ്ങിയ വിലയാണ്. ഓക്കെ ആണ്. ബി സാധനത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B/A × 100 ആണ്. B/A × എന്താണ്? 100. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ. സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിന്റെ, ശ്രദ്ധിച്ചോണോ, ബി സാധനത്തിന്റെ എന്താണ് വിറ്റ വില ലാഭമായി കിട്ടിയാൽ ഓക്കെ ആണ് ലാഭശതമാനം. അപ്പൊ ഇവിടെ നോക്കണേ. അപ്പൊ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പൊ ബി സാധനത്തിന്റെ വിറ്റ വിലയാണ് എന്താ ലാഭമായി കിട്ടുന്നതെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B/A - B × 100 ആണ്. ഇത് ഒരിക്കലും മറക്കരുത്. B/, എന്താ A - B × 100. അപ്പൊ ഇതെന്താ? സാധനങ്ങൾ വിൽക്കുന്നു. ബി സാധനത്തിന്റെ വാങ്ങിയ വില ഇതെന്ന് വെച്ചാൽ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം എന്ന് വെച്ചാൽ B/A × 100. ഇവിടെ എന്താ? സാധനങ്ങൾ വിൽക്കുന്നു. ബി സാധനത്തിന് വിറ്റ വില ലാഭമായി കിട്ടിയാൽ, വിറ്റ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം B/A - B × 100. അപ്പോൾ ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? 60 സാധനങ്ങൾ വിറ്റ വില. ഓക്കെ ആണ്. 10 എണ്ണത്തിന്റെ വിറ്റ വിലയാണ്. 10 എണ്ണത്തിന് എന്താണ് കിട്ടുന്നത്? വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം എന്തുമായിരിക്കും? ഈ ഇക്വേഷൻ അല്ലയോ? B/A - B × 100. അപ്പോൾ എയുടെ പ്ലേസിൽ 60, ബിയുടെ പ്ലേസിൽ എന്താ 10. അപ്പോൾ ബിയുടെ പ്ലേസിൽ 10 ഡിവൈഡഡ് ബൈ A - B. A എന്ന് വെച്ചാൽ 60. 60 - 10 × 100. അപ്പോൾ നോക്ക്, 10 ഡിവൈഡ് ബൈ 60 × 10 കുറച്ചാൽ 50 × 100 0 10ഉം 5 കട്ട് ചെയ്യുമ്പോൾ 2. 10 × 2 എന്ന് വെച്ചാൽ എത്ര ശതമാനമാണ്? ക്ലിയർ ആണോ? ലാഭശതമാനം എത്രയാണ്? 20%. അപ്പോൾ ഈ ചോദ്യം തെറ്റരുത്. 2 രീതിയിലും ചോദിക്കാം. സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം B/A × 100 ആണ്. സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടിയാൽ എന്താ ലാഭശതമാനം എന്ന് വെച്ചാൽ എന്തായിരിക്കും? B/A - B × 100. B/A - B × 100. ഇവിടെ വിറ്റ വില, ഇവിടെ വാങ്ങിയ വില. ക്ലിയർ ആണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇതും അത് തന്നെ. 50 പേനകൾ വിറ്റപ്പോൾ 10 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടിയ ലാഭശതമാനം. അപ്പൊ എയുടെ പ്ലേസിൽ 50, ബിയുടെ പ്ലേസിൽ എന്തോ 10. അപ്പൊ ഇവിടെ വിറ്റ വിലയാണ്, വാങ്ങിയ വില വിറ്റ വിലയാണ്. അപ്പൊ ലാഭശതമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് B/A - B × എന്താ 100. അപ്പൊ ബിയുടെ പ്ലേസിൽ എന്താ 10 ഡിവൈഡഡ് ബൈ എയുടെ പ്ലേസിൽ നോക്കുക 50
മൈനസ് ബിയുടെ പ്ലേസിൽ 10 ഇൻറ്റു 100. അപ്പോൾ 10 ഡിവൈഡ് ബൈ 50 10 കുറച്ചാൽ 40 ഇൻറ്റു എന്താ 100. 0 കട്ട് ചെയ്യുക. 100/4 എന്ന് വെച്ചാൽ എന്താണ് 25%. ക്ലിയർ ആണോ? 25% ആയിരിക്കും ലാഭശതമാനം. അടുത്ത ചോദ്യം ക്ലിയർ ആണ്. അടുത്ത ചോദ്യം 10,000 രൂപയ്ക്ക് 8% നിരക്കിൽ 1.5 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കും. നല്ലൊരു ചോദ്യമാണ്. വളരെ ആർക്കും വലുതായിട്ട് അറിയാൻ ചാൻസ് ഇല്ല. നല്ലൊരു ചോദ്യമാണ്. നോക്കണേ, 10,000 രൂപയ്ക്ക് 8% നിരക്കിൽ 1.5 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കണ്ടേ 1.5 വർഷമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ അർദ്ധവാർഷികം പറഞ്ഞിട്ടില്ല, പാദവാർഷികം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? സിമ്പിളായിട്ട് 3 സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കിട്ടും. 3 സ്റ്റെപ്പ്. നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 10,000 രൂപയുടെ 8% 1.5 വർഷമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം ഞാൻ കണ്ടുപിടിക്കുന്നു. 10,000-ന്റെ 8% എന്ന് പറഞ്ഞേ. 10,000-ന്റെ 8% എത്ര ആയിരിക്കും? നമുക്കറിയാം 10,000-ന്റെ 8% 8 ഡിവൈഡ് ബൈ 100 ആണ്. 2 0 കട്ട് ചെയ്യുക. 100 × 8 എന്ന് വെച്ചാൽ എന്താ 800. അപ്പോൾ 10,000-ന്റെ 8% ആദ്യം ഞാൻ കണ്ടുപിടിച്ചു. 3 സ്റ്റെപ്പ്. 10,000-ന്റെ 8% എത്ര? 800. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോണം. അടുത്ത സ്റ്റെപ്പ് വേണ്ട 800-ന്റെ പകുതി ഞാൻ എഴുതി. 800-ന്റെ പകുതി എന്ന് വെച്ചാൽ എന്തോ 400. 800-ന്റെ പകുതി എന്ന് വെച്ചാൽ എന്താണ് 400. അടുത്ത ഒറ്റയ്ക്കൊരു സ്റ്റെപ്പും കൂടെ വേണ്ട താഴെ കിടക്കുന്ന 400 ആണ്. 400-ന്റെ 8% 8/100 ആണ്. 2 0. 8 × 4 എന്ന് വെച്ചാൽ എന്താ 32. അപ്പോൾ ടോട്ടൽ 800 + 400 1200 + 32 1232. അപ്പോൾ 1.5 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? സിമ്പിളാണ്. 10,000-ന്റെ 8%. 10,000-ന്റെ 8% ആദ്യം കണ്ടുപിടിച്ചു. എത്രയാണ്? 800. ഓക്കെ ആണ്. ഇനി അടുത്ത് ചെയ്ത എന്താണ്? 800-ന്റെ പകുതി അടുത്ത് എഴുതി. എത്രയാണ്? 400. 800-ന്റെ പകുതി എത്രയാണ്? 400. 400-ന്റെ എന്ത് കണ്ടുപിടിച്ചു? 8% കണ്ടുപിടിച്ചു. 400-ന്റെ 8% എന്ന് വെച്ചാൽ എന്താ നമ്മൾ കണ്ടുപിടിച്ചു? 32. അപ്പോൾ 800 + 400 എത്ര? 1200 + 32 1232 ആണ്. സിമ്പിളായിട്ട് കിട്ടും. മറക്കരുത്, സിമ്പിളായിട്ട് കിട്ടും. 3 സ്റ്റെപ്പ്. ആദ്യം 10,000-ന്റെ 8% 800. 800-ന്റെ പകുതി എത്ര? 400. അടുത്ത സ്റ്റെപ്പ് 400-ന്റെ 8% എത്ര? 32 1232. ക്ലിയർ ആണ്. അടുത്തൊരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ ഓക്കെ. ആണ്ട് 10,000 രൂപയ്ക്ക് 10% നിരക്കിൽ 1.5 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. നമ്മൾ ചെയ്ത 3 സ്റ്റെപ്പ് ഇതാ പറഞ്ഞേ. നോക്ക്, വേണ്ട 10,000 രൂപയ്ക്ക് 10% നിരക്ക്. അപ്പോൾ വേണ്ട 10,000-ന്റെ 10% ആദ്യം കണ്ടുപിടിച്ചു. 10,000-ന്റെ 10% നമുക്കറിയാം 1000. നോക്ക് 10%. 2 0 കട്ട് ചെയ്ത് 100 × 10. ആദ്യത്തെ സ്റ്റെപ്പ് 1000. അടുത്ത സ്റ്റെപ്പ് അവൻ്റെ പകുതി. അവൻ്റെ പകുതി എന്ന് വെച്ചാൽ 1000-ന്റെ പകുതി എന്തോ 500. അടുത്ത 500-ന്റെ എന്തോ 10%. 500-ന്റെ 10% 10 ഡിവൈഡ് ബൈ 100. 2 0 കട്ട് ചെയ്യാം. 5 × 10 എത്ര? 50. ടോട്ടൽ 1550. ക്ലിയർ ആണോ? 1000 + 500 1500 + 50 എന്തോ 1550 ആണ്. ക്ലിയർ ആണ്. അടുത്ത 15,000 രൂപ 10% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള എന്താ വ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തേക്കുള്ള ഇക്വേഷൻ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും 2 വർഷത്തേക്കുള്ള ഇക്വേഷൻ എന്താ നോക്കണേ? P × R/100 the whole square. P × എന്താണ്? R/100 the whole square. ക്ലിയർ ആണ്. നമ്മുടെ തന്നെ മാസ്റ്റർ കീയുടെ പ്രീവിയസ് ക്ലാസ്സിൽ എൻ്റെ തന്നെ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് കട്ട് വെച്ച് കൂട്ടുപലിശ കണ്ടുപിടിക്കുന്ന ഒത്തിരി പ്രോബ്ലം ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. 2 വർഷത്തെ ആകുമ്പോൾ ഇക്വേഷൻ 2:1 ആണ്. 3 വർഷമാകുമ്പോൾ 3:3:1 ആണ്. അത് വെച്ച് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. അത് നമ്മൾ വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതെന്ന് വെച്ചാൽ എന്താ? 15,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ
കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ P × R/100 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ആണ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നിക്ഷേപിക്കുന്ന തുക. P എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നിക്ഷേപിക്കുന്ന എന്താ തുക. R എന്ന് വെച്ചാൽ എന്താ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ P എന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക എത്ര, 15,000. ഓക്കെ ആണ്. ഇൻറ്റു R എന്ന് വെച്ചാൽ എന്താ പറ, R എന്ന് വെച്ചാൽ എത്ര ശതമാനം നിരക്കില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര, 10. 10/100 ദ ഹോൾ സ്ക്വയർ. അപ്പൊ 15,000 ഇൻറ്റു 10ന്റെ സ്ക്വയർ 10 × 10 താഴെ 100ന്റെ സ്ക്വയർ 100 × 100. 2 0 കട്ട് ചെയ്യാം, 1 0 കട്ട് ചെയ്യാം, 1 0 കട്ട് ചെയ്യാം. 10 × 15 എത്ര വരും, 10 × 15 എന്ന് വെച്ചാൽ എന്ത് വരും, 150. ക്ലിയർ ആണോ, എന്താണ് 150. ഓക്കെ ആണ്, സിമ്പിൾ ആണ്. അപ്പോൾ കൂട്ടുപലിശ സാധാരണ പലിശ തമ്മിലുള്ള 2 വർഷത്തെ വ്യത്യാസം എന്താ, P × R/100 ദ ഹോൾ സ്ക്വയർ. അതും വ്യത്യാസമാണ്. 2 വർഷത്തെ വ്യത്യാസം 10,000 രൂപ 5% നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കൂട്ടുപലിശ സാധാരണ പലിശ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താ, P × R/100 ദ ഹോൾ സ്ക്വയർ. അപ്പൊ P എന്ന് വെച്ചാൽ എത്ര രൂപയാ, 10,000 രൂപയാണ്. അവൻ R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, 5%. 5/100 ദ ഹോൾ സ്ക്വയർ. അപ്പൊ 10,000 ഇൻറ്റു 5ന്റെ സ്ക്വയർ 5 × 5/100ന്റെ സ്ക്വയർ 100 × 100 ആണ്. 2 0 കട്ട് ചെയ്യാം, 2 0 കട്ട് ചെയ്യാം. 5 × 5 എന്ന് വെച്ചാൽ എന്തായിരിക്കും ഡിഫറൻസ്, എന്താ 25. ഡിഫറൻസ് എന്താ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും എന്താ 25. ക്ലിയർ ആണ്, ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ഇത് പ്രീവിയസ് ചോദ്യമാണ്, LDC ചോദ്യമാണ്. നോക്കണം, 12% നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശയുടെ സാധാരണ പലിശയുടെ വ്യത്യാസം 90 രൂപയാണെങ്കിൽ എത്ര രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്താ, നിക്ഷേപിച്ച തുകയാണ് വേണ്ടത്. തുകയെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ, ഡിഫറൻസ് എന്ന് വെച്ചാൽ P × R/100 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ, 90 ആണ്. ഈക്വൽ ടു P ആണ് നിക്ഷേപിച്ച തുകയാണ് വേണ്ടത്. R എന്ന് വെച്ചാൽ എന്താണ്, R എന്ന് വെച്ചാൽ 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ 12 × എന്താ 12 ഡിവൈഡഡ് ബൈ 100 × എന്താ 100. ക്ലിയർ ആണ്, 100 × 100 ആണ്. അപ്പൊ നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോണോ, P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ P ഇവിടെ മുകളിൽ കിടക്കുവാണ്. അപ്പൊ ഇവിടെ താഴെ കിടക്കുന്ന എല്ലാം ഇങ്ങോട്ട് മുകളിലോട്ട് പോകും, ഇവിടെ താഴെ കിടക്കുന്ന എല്ലാം മുകളിലോട്ട് പോകും. അപ്പൊ 90 × 100 × 100 ഡിവൈഡഡ് ബൈ ഇവിടെ മുകളിൽ കിടക്കുന്ന എല്ലാം താഴോട്ട് വരും. അപ്പൊ 12 × എന്താ 12. മുകളിൽ കിടക്കുന്ന എല്ലാം താഴോട്ട് വരും, ഇവിടെ മുകളിൽ കിടക്കുന്ന P മാത്രം. P കണ്ടുപിടിക്കാൻ നോക്കണേ. അപ്പൊ 90 12 കട്ട് ചെയ്യാം. എത്ര വെച്ചാൽ 3 വെച്ച് കട്ട് ചെയ്യാം. 90/3 എന്ന് വെച്ചാൽ എന്താ 30. 12/3 എത്ര 4. അടുത്ത 30 12 30/3 എത്ര 10. 12/3 എത്ര 4. 100 4 കട്ട് ചെയ്യാൻ എത്ര 25. 100 4 കട്ട് ചെയ്യാൻ എത്ര 25. അപ്പോൾ 25 ഗുണനം 25 625 ഇൻറ്റു 10 6250. അപ്പം നിക്ഷേപിച്ച തുക എന്ന് വെച്ചാൽ 6250 ആണ്. അപ്പം ഡിഫറൻസ് അറിയാൻ 90. P അറിയത്തില്ല, കണ്ടുപിടിക്കണം. 6 എന്ന് വെച്ചാൽ എന്താ 12 ആണ്. 12ന്റെ സ്ക്വയർ 12 × 12 ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ 100 × 100. ഇവിടെ താഴെ കിടക്കുന്ന ഇങ്ങോട്ട് വന്നു. അപ്പോൾ 90 × 100 × 100 ഡിവൈഡ് ബൈ ഇവിടെ മുകളിൽ കിടക്കുന്ന താഴോട്ട് വന്നു. 12 × 12 90 12 കട്ട് ചെയ്ത് 90/3 എത്ര 30. 12/3 4 ആണ്. 30 12 കട്ട് ചെയ്യാൻ 30/3 10 ആണ്. 12/3 എത്ര 4 ആണ്. ഓക്കെ ആണ്. 100 4 കട്ട് ചെയ്യാം 25. 100 4 കട്ട് ചെയ്യാം 25. 25 × 25 625 ഇൻറ്റു 10 എന്ന് വെച്ചാൽ എന്തോ 6250 6250 ആണ്. ക്ലിയർ ആണ്. അടുത്ത അരുണിന് 50 മീറ്റർ സഞ്ചരിക്കാൻ 100 സെക്കൻഡ് വേണം. അപ്പോൾ നോക്കണം 50 മീറ്റർ
50 മീറ്റർ സഞ്ചരിക്കാൻ 100 സെക്കൻഡ് വേണേ 100 സെക്കൻഡ് വേണം എങ്കിൽ 125 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. അപ്പോൾ അരുണിന് 50 മീറ്റർ സഞ്ചരിക്കാൻ 100 സെക്കൻഡ് വേണം എങ്കിൽ 125 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. ക്ലിയർ ആണ്? അപ്പം നോക്ക്, വേണ്ട ഇടത്തെ സൈഡ് രണ്ടും ഒരേ ക്വാണ്ടിറ്റീസാണ്. ഇടത്തെ സൈഡ് രണ്ടും എന്താ ഒരേ ക്വാണ്ടിറ്റീസ് ആണ്, മീറ്ററും മീറ്ററും ആണ്. വലത്തെ സൈഡ് രണ്ടും ഒരേ ക്വാണ്ടിറ്റീസ് ആണ്. എന്താ ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ എന്തുവാ സെക്കൻഡ് ആയിരിക്കും. അങ്ങനെ എടുക്കാവുള്ളൂ. ഓക്കെ ആണ്. അങ്ങനെ ആകുമ്പോൾ നോക്ക്, 50 മീറ്റർ അരുണിന് സഞ്ചരിക്കാൻ 100 സെക്കൻഡ്, 125 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ്? അപ്പോൾ 1, 2, 3 നാലാമത്തെ കണ്ടുപിടിക്കണം. സിമ്പിളായിട്ട് പിടിക്കാം. വേണ്ട ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഉള്ളത് എന്താ ഗുണിക്കുക, ക്രോസ് ചെയ്യുമ്പോൾ ഒരെണ്ണമുള്ളത് എന്താ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 100ഉം 50ഉം കട്ട് ചെയ്യുമ്പോൾ 2 ആണ്. 125 × 2, 125 × 2 എന്ന് വെച്ചാൽ എന്താ പറ, 125 × 2 എന്ന് വെച്ചാൽ എന്തോ 250. ക്ലിയർ ആണ്? എത്രയാണ്? 250. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ഗോകുലിന് 60 മീറ്റർ സഞ്ചരിക്കാൻ 30 സെക്കൻഡുമാണ്. ഓക്കെ ആണ്. 60 മീറ്റർ സഞ്ചരിക്കാൻ 30 സെക്കൻഡ് വേണം. അടുത്ത എന്താ 240 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. ക്ലിയർ ആണ്? അപ്പോൾ നോക്കണേ, 60 മീറ്റർ സഞ്ചരിക്കാൻ 30 സെക്കൻഡ്, 240 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ്? അപ്പോൾ 1, 2, 3 നാലാമത്തെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നോക്ക്, ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണമുള്ളത് ഗുണിക്കുന്നു, ഒരെണ്ണമുള്ളത് ഡിവൈഡ് ചെയ്യുന്നു ബൈ 60. 0, 0 കട്ട് ചെയ്യാം. 24 6ഉം 24/6 എത്ര? 4. 30 × 4 എന്ന് വെച്ചാൽ എന്താ 240 സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ 240 സെക്കൻഡ് ആണ്. സിമ്പിളായിട്ട്. ഓക്കെ ആണേ. അടുത്ത് നോക്കണം, എക്സ്പോണന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ 7⁻27 എത്ര മടങ്ങാണ് 7⁻28 എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. 7⁻27 എത്ര മടങ്ങാണ് 7⁻28 എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 7⁻27 എത്ര മടങ്ങാണ് എന്ന് വെച്ചാൽ എക്സ് മടങ്ങാണ്. 7⁻27 എത്ര മടങ്ങാണ് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടണം, എത്ര മടങ്ങാണ് 7⁻28 എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. അപ്പോൾ 7⁻27 എത്ര മടങ്ങാണ് 7⁻28 എന്നാണ് ചോദ്യം. അപ്പോൾ 7⁻27 ഇൻറ്റു എന്താ എക്സ് ഈക്വൽ ടു 7⁻28. എന്താ 28. അപ്പോൾ 7⁻27 എത്ര മടങ്ങിന് പകരം എന്തിട്ട് കൊടുത്തു? എക്സ് ഈക്വൽ ടു എന്താ 7⁻28 കിട്ടണം. അപ്പോൾ എക്സിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിൻ്റെ വില 7⁻28 റൈറ്റ് സൈഡ് ഉണ്ട്, അത് അതേപോലെ ഇടത്തെ സൈഡിൽ കിടക്കുന്ന എന്തോ 7⁻27 ആണ്. അവൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ ഡിവിഷൻ 7 എന്താണ് 27. അപ്പോൾ ഇത് ഏത് ഫോമാ? a⁻m ഡിവൈഡഡ് ബൈ a⁻n ഫോമാണ് എന്ന് വെച്ചാൽ a⁻m-. a⁻n എന്നാണ് m-n ആണ്. അപ്പോൾ 7⁻, എന്തോ എമ്മിൻ്റെ പ്ലേസിൽ 28, എന്നിൻ്റെ പ്ലേസിൽ 27. അപ്പോൾ 28 - 27, 28 - 27 എന്ന് വെച്ചാൽ 1 അല്ലയോ? അപ്പോൾ 7⁻1 എന്ന് വെച്ചാൽ എക്സിൻ്റെ വില എന്ന് വെച്ചാൽ എന്താ 7. അപ്പോൾ 7⁻27 എത്ര മടങ്ങാണ് 7⁻28? 7 മടങ്ങാണ്. റൈറ്റ് ആൻസർ എന്തുമായിരിക്കും? 7 ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, 36p⁻36 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ദാണ്ടെ ആദ്യം അതിനു മുമ്പ് ദാണ്ടെ a⁻30 വർഗ്ഗമൂലം, b⁻20 വർഗ്ഗമൂലം, c⁻100 വർഗ്ഗമൂലം. അപ്പോൾ വർഗ്ഗമൂലം എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ടാണ്. വർഗ്ഗമൂലം എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയർ റൂട്ട്. അപ്പോൾ എക്സ്പോണൻ്റ് സംഖ്യകളുടെ വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ, ഓക്കെയാണ്, വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ദാണ്ടെ ഇവനെ പറയുന്ന പേരാണ്, എക്ക് പറയുന്ന പേരാണ് ബേസ്. എന്താണ്? ബേസ് ആണ്. അപ്പോൾ 30 പറയുന്ന പേരാണ് പവർ. അപ്പോൾ ദാണ്ടെ ബേസ് അതേപോലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുവാണ്. ബേസ് അതേപോലെ, ബേസ് ഏതാ? എ ആണ്.
ഓക്കെ ആണ്. ഇവൻ്റെ പവർ ഏതാ? 30 ആ പവറിൻ്റെ പകുതി ഇങ്ങെടുത്താൽ മതി. പവറിൻ്റെ എന്തെടുക്കണം? പകുതി. അപ്പോൾ എ റേസ് ടു എന്തുമായിരിക്കും? 15. എ റേസ് ടു എന്തുമായിരിക്കും? 15. അപ്പോൾ ഇവിടെ നോക്കിയേ, താണ്ട് ഇവിടെ ബേസ് എന്താ? ബേസ് ബി ആണ്. ആ പവർ 20 അവൻ്റെ പകുതി പറ. അവൻ്റെ പകുതി എത്ര? ബി റേസ് ടു 10. അപ്പോൾ ബി റേസ് ടു 20യുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ബി റേസ് ടു 10 ആണ്. ക്ലിയർ ആണ്. അടുത്ത സി റേസ് ടു 100 ആണ്. അപ്പോൾ ബേസ് പറ. ബേസ് സി ആണ്. പവർ പറ. പവർ 100 ആണ്. 100ന്റെ പകുതി എന്ന് വെച്ചാൽ എന്താ? 50. ക്ലിയർ ആണ്. 100ന്റെ പകുതി എന്ന് വെച്ചാൽ 50. ഓക്കെ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 36 പി റേസ് ടു 36. ഒത്തിരി എക്സാമിന് കേരള PSC ചോദിച്ച ചോദ്യമാണ്. 36 പി റേസ് ടു 36ന്റെ വർഗ്ഗമൂലം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം 36ന്റെ വർഗ്ഗമൂലം എന്താ? 36ന്റെ വർഗ്ഗമൂലം എന്ന് വെച്ചാൽ 36ന്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ എന്താ? 6 ആണ്. ഇതാണ് എക്സ്പോണന്റ് ആണ്. അപ്പോൾ പി ആണ്. ഇതാണ്ട് ബേസ് അതേപോലെ പി അതേപോലെ ഇവിടെ പവർ എത്ര? 36. അവൻ്റെ പകുതി ഇങ്ങെടുക്കുക. പകുതി എടുക്കുമ്പോൾ എന്തോ? 18. തെറ്റിപ്പോവരുത്. 36 പി റേസ് ടു 36ന്റെ വർഗ്ഗമൂലം എന്ന് വെച്ചാൽ 36ന്റെ സ്ക്വയർ റൂട്ട് 6 ആണ്. എക്സ്പോണന്റ് നമ്പർ ആകുമ്പോൾ പി അതേപോലെ ബേസ് അതേപോലെ പവർ ഏതാ? 36 അവൻ്റെ പകുതി. 36ന്റെ പകുതി എന്തോ? 18. അപ്പോൾ 6 പി റേസ് ടു എന്താ? പറ. 6 പി റേസ് ടു എന്തോ? 18. തെറ്റരുത്. ഓക്കെ ആണ്. 6 പി റേസ് ടു 18 ആയിരിക്കും ഇവൻ്റെ വർഗ്ഗമൂലം. ഓക്കെ ആണ്. അടുത്ത ചോദ്യം എന്താണ്ട് ക്ലിയർ ആയിട്ട് ഞാൻ എഴുതാം. 3 റേസ് ടു m പ്ലസ് 1 മൈനസ് 3 റേസ് ടു m ഈക്വൽ ടു 54 എങ്കിൽ m റേസ് ടു m എത്ര എന്നാണ് ചോദ്യം. m റേസ് ടു m എത്ര എന്നാണ് ചോദ്യം. പ്രീവിയസ് ചോദ്യമാണ്. LDC ചോദ്യമാണ്. അപ്പോൾ നോക്കണേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇതിനു വേണ്ടി ഒരു ഇക്വേഷൻ അറിയണം. നമ്മുടെ എ റേസ് ടു m പ്ലസ് n എന്ന് വെച്ചാൽ എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n ആണ്. ആർക്കും സംശയമില്ല. എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n ആണ്. എ റേസ് ടു എന്താ? m പ്ലസ് n. എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n ആണ്. എ റേസ് ടു എന്താ? m പ്ലസ് n. അത് വെച്ചിട്ട് വേണ്ട ഇത് എ റേസ് ടു m പ്ലസ് n ഫോമാണ്. അപ്പോൾ ഇവനെ നമുക്ക് എങ്ങനെ എടുക്കാം? 3 റേസ് ടു m ഇൻറ്റു 3 റേസ് ടു 1 എന്ന് എടുത്തുകൂടായോ? 3 റേസ് ടു m പ്ലസ് 1 എങ്ങനെ എടുക്കാം? 3 റേസ് ടു m ഇൻറ്റു 3 റേസ് ടു 1 മൈനസ് 3 റേസ് ടു m എന്ന് വെച്ചാൽ 54. ഇനി നാണ്ട് രണ്ടിടത്തും ശ്രദ്ധിച്ചോണം. രണ്ടിടത്തും എന്തുണ്ട്? 3 റേസ് ടു m ഉണ്ട്. രണ്ടിടത്തും എന്തുണ്ട്? 3 റേസ് ടു m ഉണ്ട്. അവനെ കോമൺ എടുക്കും. രണ്ടിടത്തും 3 റേസ് ടു m ഉണ്ട്. അവനെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ 3 റേസ് ടു 1. 3 റേസ് ടു 1 എന്ന് വെച്ചാൽ എന്തോ? 3 മൈനസ് ഇവിടെ 3 റേസ് ടു m ഫുള്ള് കോമൺ എടുത്തു. ഫുള്ള് കോമൺ എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്? 1 ഈക്വൽ ടു എന്താ? 54. അപ്പോൾ 3 റേസ് ടു m ഇൻറ്റു 3 മൈനസ് 1 എന്ന് വെച്ചാൽ എന്തോ? 2 ഈക്വൽ ടു 54. അപ്പോൾ 3 റേസ് ടു m ഈക്വൽ ടു ഇവിടെ 2 ഗുണിച്ചേക്കുവാണ്. അപ്പുറത്ത് വരുമ്പോൾ എന്തോ? ഡിവിഷൻ ആണ്. 54 ഡിവൈഡഡ് ബൈ 2 എത്ര? 27. അപ്പോൾ 3 റേസ് ടു m എന്ന് വെച്ചാൽ 27 ശ്രദ്ധിച്ചോണേ. 27 ആണ് 3 റേസ് ടു m കിട്ടി. അപ്പോൾ 27 3യുടെ പവർ ആക്കണം. 27 എന്ന് വെച്ചാൽ എന്താ? 3യുടെ ക്യൂബാണ്. അപ്പോൾ 27 എന്ന് വെച്ചാൽ എന്താ? 3യുടെ ക്യൂബാണ്. ക്ലിയർ ആണ്. 3യുടെ ക്യൂബാണ്. അപ്പോൾ നോക്കുക, ബേസ് രണ്ടും സെയിം ആണ്. 3യും 3യും സെയിം ആണ്. പവർ പറ. പവറും സെയിം ആണ്. പവർ എന്താ? m ആണ്. അപ്പോൾ m എന്ന് വെച്ചാൽ എന്താ? പറ. m എന്ന് വെച്ചാൽ എന്തുവാ? 3 ആണ്. ക്ലിയർ ആണോ? m എന്ന് വെച്ചാൽ എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് m റേസ് ടു m ആണ്. m റേസ് ടു m എന്ന് വെച്ചാൽ mന്റെ വില 3 ആണ്. 3 റേസ് ടു m വീണ്ടും 3 റേസ് ടു 3 എന്ന് വെച്ചാൽ എന്താ? 27. 3 റേസ് ടു 3 എന്ന് വെച്ചാൽ എന്താണ്? 27. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? 27. ക്ലിയർ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഇതെന്ന് വെച്ചാൽ എന്തോ? എ റേസ് ടു m പ്ലസ് n എന്ന് വെച്ചാൽ എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n. അപ്പോൾ 3 റേസ് ടു m ഇൻറ്റു 3 റേസ് ടു 1. അപ്പോൾ 3 റേസ് ടു m എന്താ? കോമൺ എടുത്തു. അപ്പോൾ 3 മൈനസ് 1 എന്ന് വെച്ചാൽ 2 ആണ്. 3 റേസ് ടു m ഇൻറ്റു 2 എന്ന് വെച്ചാൽ 54. 3 റേസ് ടു m എന്ന് വെച്ചാൽ 54 ഡിവൈഡ് ബൈ 2 എന്താ? 27. അപ്പോൾ ആണ് ലെഫ്റ്റ് സൈഡ് 3യുടെ പവർ. അപ്പോൾ റൈറ്റ് സൈഡും 3യുടെ പവർ ആക്കണം. 27 എന്ന് വെച്ചാൽ 3 റേസ് ടു എന്തോ? 3. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ എന്താണ്? 3 ആണ്. ബേസ് രണ്ടും ഈക്വലാണ്. m 3 കിട്ടി. m റേസ് ടു m എന്ന് വെച്ചാൽ 3 റേസ് ടു 3. 3 റേസ് ടു 3 എന്ന് വെച്ചാൽ എന്താ? 27. ക്ലിയർ ആണേ. അടുത്ത റൂട്ട് 3 റേസ് ടു n എന്ന് വെച്ചാൽ ഇത് ചോദ്യം റൂട്ട്
3 raised to n എന്ന് വെച്ചാൽ 81 ആണ്. 81 ആയാൽ n എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, n എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കണേ, സിമ്പിളായിട്ട് കിട്ടുന്നതാണ്ട് ഇവിടെ ബേസ് 3 ആണ്. അപ്പം 81നെ എന്താക്കണം? 81നെ 3യുടെ പവർ ആക്കണം. അപ്പം 81നെ 3യുടെ പവർ ആക്കാൻ 81 ഡിവൈഡഡ് ബൈ 3. അപ്പം നോക്ക് 27. 3യുടെ പവർ 3 എടുക്കുമ്പോൾ 9, 3 എടുക്കുമ്പോൾ 3 ആണ്. അപ്പോൾ 1 2 3 4. അപ്പം നോക്ക് റൂട്ട് 3 raised to n എന്ന് വെച്ചാൽ 3 raised to എന്താ 4. ഓക്കെ, 1 2 3 4 3 raised to 4. ഇപ്പോൾ ഇവിടെ റൂട്ട് ഉണ്ട്, ഇവിടെ റൂട്ടില്ല. അപ്പോൾ റൂട്ട് അങ്ങ് കളയണം. റൂട്ട് കളയാൻ എന്താ? രണ്ടെടുത്ത് സ്ക്വയർ എടുക്കും. രണ്ടെടുത്ത് എന്താണ്? സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ നാണ്ടേ റൂട്ട് 3 raised to n ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 raised to 4 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നാണ്ട സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോയി 3 raised to n. അപ്പോൾ ഇവിടെ 3 raised to ഇത് ഏത് ഫോമാ? നാണ്ട a raised to m raised to n ഫോമാണ്. a raised to എന്താ? m raised to n എന്ന് വെച്ചാൽ a raised to എന്തോ mn. അപ്പോൾ 3 raised to ഇതാണ്ട് 4 into 2. 4 into 2 എന്ന് വെച്ചാൽ എന്തോ 8 ആണ്. അപ്പോൾ ബേസ് 3 ആണ്, രണ്ടിടത്തും ഈക്വൽ ആണ്. പവർ നോക്കിയ പവർ എന്നിൻ്റെ പ്ലേസിൽ എന്തോ 8 ആണ്. അപ്പോൾ എന്നിൻ്റെ വില എന്തായിരിക്കും? പറ, എന്നിൻ്റെ വില എന്തോ ആയിരിക്കും? 8 ആണ്. സൂപ്പർ ചോദ്യമാണ്. LDCക്ക് തന്നെ ചോദിച്ച ചോദ്യം. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്നിൻ്റെ ബേസ് എന്തോ 3 ആണ്. അപ്പോൾ 81 ആണ്. 81 എന്തിൻ്റെ ബേസ് ആക്കണം? നോക്ക്, 3യുടെ ബേസ് ആക്കണം, അല്ലെ 3യുടെ പവർ ആക്കണം. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യം എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. 100/3 ഇൻറ്റു 3 raised to n മൈനസ് 3 raised to n മൈനസ് ആണെന്ന് വെച്ചാൽ 891 ആണ്. എങ്കിൽ എന്നിൻ്റെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. നാടെ ശ്രദ്ധിച്ചു വേണം. നാടെ ഇവിടെ 3യുടെ താഴെ ഒരു 1 ഉണ്ട്. ഓക്കെ ആണ്. അപ്പോൾ ഇത് ഏത് ഫോമാ? a raised to m ഡിവൈഡ് ബൈ a raised to n ഫോമാണ്. എന്ന് വെച്ചാൽ a raised to എന്തോ പറ, a raised to എന്തോ m മൈനസ് n ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് എന്തെടുക്കാം? 100 ഇൻറ്റു നാണ്ട ഇത് 3 raised to 1 ആണ്. അപ്പോൾ 3 raised to n ഡിവൈഡ് ബൈ 3 raised to 1 എന്ന് വെച്ചാൽ എന്താ? 3 raised to a raised to m ഡിവൈഡ് ബൈ a raised to n എന്ന് വെച്ചാൽ എന്തോ a raised to m മൈനസ് n ആണ്. അപ്പോൾ 3 raised to n ഉണ്ട്. ഈ 1 മുകളിൽ പോകുമ്പോൾ എന്തോ -1. 3 - 1 മൈനസ് 3 raised to n മൈനസ് 1 എന്ന് വെച്ചാൽ 891. ഓക്കെ ആണ്. അപ്പോൾ നോക്ക്, രണ്ട് ടേമിലും 3 raised to n മൈനസ് 1 ഉണ്ട്. അത് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 100. മൈനസ് ഇവിടെ മൊത്തം കോമൺ ആയിട്ട് എടുത്തു. 3 raised to n മൈനസ് 1 മൊത്തം കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 1. അപ്പോൾ എത്ര? 891. അപ്പോൾ 3 raised to n മൈനസ് 1 ഇൻറ്റു നോക്കണം 100 - 1 99 ഈക്വൽ ടു 891. നോക്കണം, 3 raised to n മൈനസ് 1 എന്ന് വെച്ചാൽ 99 അപ്പുറത്ത് വരുമ്പം ഡിവിഷനാണ്. 891 ഡിവൈഡഡ് ബൈ 99 ആണ്. അപ്പോൾ 891 ഡിവൈഡ് ബൈ 99 എന്ന് പറയുമ്പം എന്തായിരിക്കും? നാണ്ട ഇവന്മാർ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം 9 വരും. 891 ഡിവൈഡ് ബൈ 99 എങ്ങനെ കിട്ടും? 99 × 10 990 ആണ്. അതിൽ 99 കുറയ്ക്കുമ്പോൾ 891 വരും. ഓക്കെ ആണ്. അപ്പോൾ 3 raised to n മൈനസ് 1 നാണ്ട 3 raised to n മൈനസ് 1 എന്ന് വെച്ചാൽ 9 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് നോക്കിയേ 3യുടെ പവർ. അപ്പോൾ റൈറ്റ് സൈഡും 3യുടെ പവർ ആക്കണം. 3 raised to n മൈനസ് 1 എന്ന് വെച്ചാൽ 9 എന്ന് വെച്ചാൽ 3യുടെ പവർ ആക്കുമ്പോൾ 3 സ്ക്വയർ. അപ്പോൾ ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ പവർ സെയിം ആയിരിക്കണം. അപ്പോൾ n മൈനസ് 1 ഇവിടുത്തെ പവർ n മൈനസ് 1 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ n എന്ന് വെച്ചാൽ -1 അപ്പുറത്ത് വരുമ്പം 2 + 1 2 + 1 എന്ന് വെച്ചാൽ എന്ത് വരും? 3 വരും. അപ്പോൾ എന്നിൻ്റെ വില എന്ന് വെച്ചാൽ എന്തായിരിക്കും? 3 ആണ്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത y - x ഡിവൈഡഡ് ബൈ x എന്ന് വെച്ചാൽ 3/8 എങ്കിൽ y x എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്ക്, y - x ഡിവൈഡഡ് ബൈ x എന്ന് വെച്ചാൽ 3/8 ആണ്. 3/8 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ 8 ഇൻറ്റു y - x ഈക്വൽ ടു ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 3 × x എന്ന് വെച്ചാൽ എന്താ? 3x. അപ്പോൾ നമുക്ക് 8 × y എന്ന് വെച്ചാൽ 8y. 8 × - x -8x ഈക്വൽ ടു 3x. അപ്പം പറ 8y
മൈനസ് 8x അപ്പുറത്ത് വരുമ്പോൾ എന്തോ മൈനസ് 8x അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 8x ആണ്. അപ്പോൾ 8y പ്ലസ് ഈക്വൽ ടു 3x പ്ലസ് 8x എന്ന് വെച്ചാൽ 11x ആണ്. ക്ലിയർ ആണ്. അപ്പോൾ നോക്ക് വേണ്ട 8y ഈക്വൽ ടു എന്താ 11x ആണ്. 8y ഈക്വൽ ടു 11x ആണ്. അപ്പോൾ നമുക്കറിയാം 8y ഈക്വൽ ടു 11x. അപ്പോൾ y ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് ഗുണിച്ചേക്കുക ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആണ് എക്സ് ബൈ വൈ ഈക്വൽ y ബൈ എക്സ് ഈക്വൽ ടു വേണ്ട ഇവിടെ 11 ആണ്. ഇവിടെ 8 ഗുണിച്ചേക്കുക ഇപ്പുറത്ത് വരുമ്പോൾ 8 എന്തോ ഡിവിഷൻ 11 ബൈ എന്താണ് 8 ആണ്. അപ്പോൾ 8 ഇവിടെ ഗുണിച്ചേക്കും ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ട y ബൈ എക്സിനെ നമുക്ക് എങ്ങനെ എടുക്കാം? വൈയുടെ പ്ലേസിൽ 11 എക്സിൻ്റെ പ്ലേസിൽ എന്തോ 8. അപ്പോൾ വേണ്ട എ ബൈ ബി എന്ന് വെച്ചാൽ എന്താ എ ഈസ്റ്റ് ബി എന്ന മീനിങ് അല്ലയോ? എ ബൈ ബി എന്ന് വെച്ചാൽ എന്താണ് എ ഈസ്റ്റ് ബി. അതുകൊണ്ട് തന്നെ y ബൈ എക്സ് എന്ന് വെച്ചാൽ y ഈസ്റ്റ് എക്സ് ആണ്. അപ്പോൾ വൈയുടെ പ്ലേസിൽ എന്താ 11, അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്താ 8. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? y ഈസ്റ്റ് എക്സ് എന്ന് വെച്ചാൽ എന്താ 11 ഈസ്റ്റ് 8 ആണ്. ക്ലിയർ ആണോ? 11 ഈസ്റ്റ് എന്തായിരിക്കും 8 ആണ്. സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 3/4 വേറൊരു സംഖ്യയുടെ 3/4 തുല്യമാണ് എങ്കിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? അപ്പോൾ ഒരു സംഖ്യയുടെ 3/4, അപ്പോൾ എക്സിൻ്റെ 3/4 വേറൊരു സംഖ്യ y ആണ്. വൈയുടെ എന്താ 3/4 തുല്യമാണ് എങ്കിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു സംഖ്യ എക്സ് ആണ്. എക്സിൻ്റെ എന്താ 3/4, വൈയുടെ 3/4 എന്താ തുല്യമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടും കിട്ടും എന്താ ലെഫ്റ്റ് സൈഡിൽ 3/4 ഉണ്ട്, റൈറ്റ് സൈഡിൽ എന്തുണ്ട് 3/4 ആണ്. അപ്പോൾ ഇവിടെ y ഗുണിച്ചേക്കോ ഇപ്പുറത്ത് വരുമ്പോൾ എന്താ ഡിവിഷൻ എക്സ് ബൈ വൈ ഈക്വൽ ടു y ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ എക്സ് ബൈ വൈ ഈക്വൽ ടു എന്താ 1. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1/1 എന്ന് ഇടാം. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1 ആണ്, വൈയുടെ പ്ലേസിൽ എന്താ 1 ആണ്. അപ്പോൾ എക്സ് ഈസ്റ്റു വൈ എന്ന് വെച്ചാൽ എക്സ് ബൈ വൈ എന്ന് വെച്ചാൽ എക്സ് ഈസ്റ്റു വൈ എന്ന് വെച്ചാൽ എന്താ 1:1 ആണ്. 1 എന്താണ് 1 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ വരുന്ന LDC എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു ലോങ് സീരീസ് വീഡിയോ ആണിത്. എല്ലാവരും കൃത്യമായിട്ട് കാണുക, ഫുള്ള് വീഡിയോ ആദ്യ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ടുകളും കൂടുതൽ ചോദ്യങ്ങളും ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസ് മാസ്റ്റർ കെ അക്കാഡമിയുടെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ.